രാഷ്ട്രചരിത്രത്തിൽ തന്നെ തീപാറും പോരാട്ടങ്ങളുടെ അധ്യായങ്ങൾ എഴുതിയ ചുരത്തിനപ്പുറം ആബാലവൃദ്ധം ആയിരങ്ങൾ തെരുവിൽ പൊട്ടിയൊഴുകിയ രോഷത്തിന്റെ തീച്ചൂട് കൊണ്ടറിഞ്ഞൊരു പ്രതിഷേധ പകലാണ്. അന്ന് കാടിറങ്ങിയൊരു ഭ്രാന്തൻ കാട്ടാനൊരു പാവം പ്രാരാബ്ധക്കാരന് നെഞ്ചാങ്കൂട് തകർത്ത അസ്ഥികൾ നുറുക്കി ആംബുലൻസിൽ ഊർധ്വം വലിച്ചപ്പോൾ പൊടുന്നനെയങ്ങ് പൊട്ടിവീണൊരു സമരവേരിയേറ്റമല്ല. അത് കാട്ടാനയും കാട്ടുപന്നിയും കാട്ടുപോത്തും കടുവയും പോരാഞ്ഞു സകലമാന ജീവികൾ കാടുവിട്ട് നാട്ടിലിറങ്ങി കുറഞ്ഞത് ഒരു പതിറ്റാണ്ടു നരമേധകാലത്തെ ആർത്തനാദങ്ങളുടെ കൾമിനേഷനാണ് ഇന്ന് കണ്ട രോഷത്തിന്റെ ഉരുൾപൊട്ടൽ. ആ വേദനയുടെ വർഷങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ വനം മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പ് തൊട്ടിങ്ങോട്ട് ജില്ലാ ഭരണകൂടം വരെ അട്ടർ പരാജയമാണ്. അന്ന് ബ്രഹ്മപുരം ആർത്തുകത്തിയപ്പോൾ കഴിവുകേട് തെളിയിച്ചൊരു ജില്ലാ ഭരണാധികാരി വയനാട്ടിൽ പോയുള്ള അധികാരം പോലും പ്രയോഗിക്കാതെ കല്ലിന് കാറ്റ് പിടിച്ച മട്ടിൽ നിഷ്ക്രിയമാകുന്നത് പോട്ടെ, നാട്ടിലൊരു മന്ത്രിയില്ലേ? കാലാകാലങ്ങളിൽ കാട്ടുമൃഗങ്ങൾ മനുഷ്യനെ പിച്ചിക്കീറി പിഞ്ഞിപ്പറിച്ചിടുന്ന ഓരോ സംഭവങ്ങളിലും കേന്ദ്രത്തിനെതിരെ പ്രമേയം പ്രമേയം എന്ന് മന്ത്രം പോലെ പറയുന്നതല്ലാതെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ശാശ്വത പരിഹാര ക്രിയകളുടെ കണക്കെടുത്താൽ ഉത്തരം അനാസ്ഥയുടെ ആനമൊട്ട. വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. പാർട്ടി പരിപാടികൾക്കടക്കം പലയാവർത്തി അവിടെ പോകുന്നതുമാണ്. എന്നിട്ടും ഒരു നരഭോജിക്കടുവ മുക്കാലും തിന്നുകൊന്നു കളഞ്ഞൊരു ചെറുപ്പക്കാരൻ ക്ഷീരകർഷകന്റെ വീട്ടിൽ മാസം 2 ആകുമ്പോഴും ഒന്ന് പോകാൻ മനസാക്ഷിയില്ലെങ്കിൽ, പ്രാണഭയത്തിൽ വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തി ഈ സർക്കാർ കൂടെയുണ്ട് എന്ന് വെറുതെയെങ്കിലും ഒന്ന് പറയാനുള്ള സമയമില്ലെങ്കിൽ വനം മന്ത്രി താങ്കൾ രാജിവെച്ചൊഴിയണം. ഇപ്പോയ 3 മാസങ്ങളിൽ വയനാട്ടിൽ മാത്രം കൊലയ്ക്ക് കൊടുത്തത് 4 പേരെയാണ്. 4 വർഷങ്ങളിൽ ആനയെടുത്ത ജീവൻ 79ആണ്. പോയ 14 വർഷങ്ങളിൽ കാട്ടുമൃഗങ്ങളെടുത്ത ജീവനുകൾ കിഫയുടെ കണക്കിൽ 1488. ഭീകരമാണ് ആ ചോരക്കണക്കെല്ലാം. പാവങ്ങളാണ്. ചെയ്യാത്ത പണിക്ക് മാസാമാസം കോടികൾ കൊടുക്കാൻ ഒരു കോർപ്പറേറ്റ് കർത്താവുമില്ലാത്ത മണ്ണിനോട് മല്ലടിക്കുന്ന പാല് കറന്നു ജീവിക്കുന്ന പരമസാധുക്കൾ. ആ സമരത്തിന്റെ പേരിൽ കേസുകൾക്ക് പിന്നാലെ ഇനി അവരുടെ മണ്ടക്കടിക്കാൻ വൈകാതെ വരുന്നുണ്ടൊരു തീവ്രവാദ ചാപ്പ. അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ പ്രാണനെടുക്കുന്ന ക്ഷുദ്രജീവികളെ കൊല്ലണം എന്ന ആഹ്വാനത്തിൽ അയ്യോ അക്രമാസക്ത ഹിംസ എന്നൊരു കാരുണ്യം അങ്ങ് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ സമതലത്തിൽ നമ്മൾ താമസിക്കുന്ന സേഫ് സോണിന്റെ പ്രശ്നമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ, എഴുന്നേറ്റ് നടക്കാൻ പാങ്ങില്ലാത്ത വയോധികരായ മാതാപിതാക്കൾക്ക് നേരെ ഒരു കാട്ടാന നേർക്കുനേർ ചില്ലം വിളിച്ചാൽ തീരാവുന്നതേയുള്ളൂ ആ മതം പൊട്ടിയൊലിക്കുന്ന മൃഗസ്നേഹം. വൈകിട്ട് സ്കൂൾ വിട്ടു വരാൻ കുഞ്ഞുങ്ങളൊന്ന് വൈകിയാൽ കാട്ടാന ചവിട്ടിയോ കടുവ പിടിച്ചോ കാട്ടുപന്നിത്തേറ്റയിൽ പെട്ടോ എന്ന പിടച്ചിലിൽ ആദിപ്പെടുന്ന മലയോരത്തിന്റെ അമ്മമാരടക്കം ആ തെരുവിലിറങ്ങ ആയിരങ്ങൾക്ക്, അവരുടെ രോഷത്തിന്റെ തീപ്പന്തങ്ങൾക്ക്, മുദ്രാവാക്യങ്ങൾക്ക്, അതിന്റെ അതിജീവന കാരണങ്ങൾക്ക് ഉപാധികളില്ലാത്ത സമരാഭിവാദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇത് ജനങ്ങൾ അറിയണം, ജനപ്രതിനിധികൾ അറിയണം. ഇത് പുൽപ്പള്ളിക്കാരുടെ പ്രതിഷേധമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ അതിനെ തൂക്കാൻ അറിയാൻ പറ്റില്ല. കടുവ നാട്ടിലിറങ്ങുന്ന മൃഗത്തിന് ഇതുപോലെ കെട്ടി തൂക്കാൻ അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളുടെ ജീവിതമാർഗ്ഗം അത്. ഞങ്ങൾക്ക് ജീവിക്കണം. ടി സിദ്ദിഖ് MLA, CPM വയനാട് ജില്ലാ സെക്രട്ടറി CP ഗഗാറിൻ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ, കിഫ പ്രസിഡന്റ് ശ്രീ അലസുഴയിൽ എന്നിവർ ചർച്ചയിൽ ചേരും. ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് കുറുവാദ്വീപിനോട് താന ചവിട്ടിക്കുന്ന വനംവകുപ്പ് ജീവനക്കാരൻ പോളിന്റെ മകൾ സോന ആദ്യം ഒന്ന് ചേരുന്നു. ചർച്ചയിലല്ല. സോന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സോന, വേദനയുടെ സമയമാണ്. നിങ്ങളുടെ നഷ്ടത്തിൽ അതെത്ര നഷ്ടപരിഹാരം കിട്ടിയാലും തീരാ നഷ്ടത്തിന്റെ വേദനയിൽ കൂടെയുണ്ട്, ഹൃദയം കൊണ്ട് പങ്കുചേരുന്നുണ്ട്. ഇന്നത്തെ പ്രതിഷേധത്തിനപ്പുറം സോന പറഞ്ഞ മറ്റൊരു ഗുരുതര പ്രശ്നമുണ്ട്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ ആരോപിച്ചത് സോന? ചികിത്സ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ചികിത്സ കൊടുക്കാൻ വൈകിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ സർജറി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാഞ്ഞിട്ടും അവരവിടെ ചെയ്യാമെന്ന് പറഞ്ഞ് സമയം വൈകിപ്പിച്ചു. ആ സമയമൊക്കെ എൻ്റെ പപ്പ ജീവന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടതൊക്കെ CT സ്കാൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ടതാ കതച്ചുകൊണ്ടിരിക്കുന്ന, പേടിച്ചിട്ടുണ്ടായിരുന്നു പാവം.
ആർക്കും ചികിത്സ ഇങ്ങനെ വൈകിപ്പിക്കരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ ചികിത്സ കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരത്തില്ലായിരുന്നു. വ്യക്തമായ ചികിത്സ ഒന്നും കിട്ടാഞ്ഞിട്ടും ആ 3:30 വരെ മല്ലിട്ട ആ ജീവൻ ഉണ്ടായിരുന്നു. അപ്പം ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴും ആ ജീവൻ ഉണ്ടായേനെ. അധികം പ്രോബ്ലം ഉള്ളതോ ആയിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. സർജറി ചെയ്യണമെന്നും പറഞ്ഞ് ഒരുപാട് നേരം അവിടെ വൈകിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ തൊട്ട് അരമണിക്കൂറിനുള്ളിൽ കോഴിക്കോടേക്ക് മാറ്റും എന്നും പറഞ്ഞ് റോഡ് ഫ്രീ ആക്കാനൊക്കെ ഇൻഫോർമേഷൻ കൊടുത്തു. പക്ഷേ അതൊക്കെ കൊടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയത്. ആരോഗ്യമന്ത്രി പറയുകയാണ് കൊടുക്കാൻ വൈകിപ്പിച്ചു എന്ന് ഞാൻ സോന ആരോഗ്യമന്ത്രി പറയുകയാണ് അങ്ങനൊന്നും ഉണ്ടായില്ല, എല്ലാം പക്കായിരുന്നു, എല്ലാ ചികിത്സയും കൃത്യമായി നൽകി. അത് കേട്ടായിരുന്നോ? പിന്നെ എന്തിനാ അവിടെ സർജറി ചെയ്യുമെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയത്? സർജറി ചെയ്യുമെന്ന് പറഞ്ഞില്ലായിരുന്നോ എന്ന് ആ ആശുപത്രിയിലുള്ളവരോട് ചോദിച്ചാൽ മതി. അവിടെ ഉള്ളവരോട് എല്ലാവരോടും പറഞ്ഞു. എൻ്റെ അമ്മേനോട് നേരിട്ട് വന്നാൽ പറഞ്ഞു ഒരു ചെറിയ സർജറി ഉണ്ട്, അതും പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. നഷ്ടപരിഹാരം 50 ലക്ഷം എന്നാണ് ശുപാർശ. 10 ലക്ഷം ഉടൻ തരുമെന്ന് പറയുന്നുണ്ട്. സോനയുടെ അമ്മയ്ക്കൊരു സ്ഥിരം ജോലി എന്നൊക്കെയുള്ള ഉറപ്പുകൾ പ്രതീക്ഷയുണ്ടോ സോന? എനിക്ക് എൻ്റെ പപ്പ എനിക്ക് ചെയ്തു തരുന്ന പോലെ ഒരു കുറവില്ലാണ്ട് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ്ലി അത് നടക്കണമെങ്കിൽ പപ്പ ഉണ്ടായിരിക്കണം. പക്ഷേ ഇത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പപ്പ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. പിന്നെ പപ്പയുടെ ആഗ്രഹം പോലെ പഠിക്കണമെന്നും അതിനൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ പൈസേൻ്റെ കാര്യം പറഞ്ഞത്. കുറേ പേര് ഞാൻ കുറച്ച് ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തതിന് എനിക്ക് എൻ്റെ അപ്പനോട് സ്നേഹമില്ല എന്നും ഞാൻ പണത്തിന് വേണ്ടി പറയുന്നതാന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഞാൻ പുറത്തങ്ങനെ കരയുന്ന പ്രകൃതി അല്ല എനിക്ക്. അതുകൊണ്ട് പിന്നെ എൻ്റെ അച്ഛനല്ലേ മരിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ അപ്പന് വേണ്ടി ഞാനല്ലാണ്ട് വേറെ ആരെ സംസാരിക്കുക? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. അല്ലാണ്ട് ഈ പപ്പേൻ്റെ ബോഡി വെച്ച് പണത്തിന് വേണ്ടി കളിച്ച കളിയൊന്നുമല്ല. എൻ്റെ അപ്പന് ഞാൻ ഒറ്റ മോളേ ഉള്ളൂ ഞാൻ. അപ്പം ഞാനല്ലാണ്ട് വേറെ ആര് സംസാരിക്കാനാ? അതുകൊണ്ടാണ് ഞാൻ തന്നെ സംസാരിക്കാൻ ഇറങ്ങിയത്. ആർക്കും എന്താ പറയുക, ആരും ചോദിക്കാനില്ലാത്ത പോലെയല്ല, ഞാനുണ്ട് ചോദിക്കാൻ പപ്പയ്ക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സോനയുടെ പക്വത പോലും ഇല്ല എന്ന് കണ്ട് പുച്ഛിച്ചങ്ങ് തള്ള് സോന. വയനാട്ടിൽ ഇപ്പോൾ ഒരു വാർത്തയല്ല, അസാധാരണ സംഭവമല്ല ഈ സംഭവങ്ങൾ. സോന ആളെ കൊല്ലൽ, ഉപജീവനം കുട്ടിച്ചോറാക്കൽ, കൃഷി നശിപ്പിക്കൽ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന നിങ്ങളുടെ നാട്ടിലെ മനുഷ്യർ അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ രക്തസാക്ഷിയുടെ മകൾ എന്ന നിലയ്ക്ക് സർക്കാരിനോട് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് സോനയ്ക്ക് പറയാനുള്ളത് എന്താണ്? കഴിഞ്ഞ ആഴ്ച ഇതേപോലെ പ്രതിഷേധങ്ങൾ നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയല്ലോ. ഞാനിവിടെ ന്യൂസ് ഇരുന്ന് കണ്ടതാ. 2 ദിവസം കഴിഞ്ഞപ്പം അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പം 3 പാർട്ടിക്കാരും കൂടെ ഹർത്താൽ വെച്ചു. പക്ഷേ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഇത് മാറുമെന്ന് എനിക്കും അറിയാം, ഇത് കാണുന്നവർക്കും അറിയാം, ഇപ്പം ആ പ്രതിഷേധിച്ചവർക്കും അറിയാം. കുറച്ച് പേര് പാർട്ടീൻ്റെ പേരിൽ, കുറച്ച് പേര് മനസാക്ഷി ഉള്ളതുകൊണ്ടായിരിക്കും. ഞാൻ ഈ പ്രതിഷേധിക്കണം. പക്ഷെ അത് പാർട്ടിയും അതും ഇതും നോക്കിയിട്ടൊന്നുമല്ല, മനുഷ്യൻ്റെ വില അറിഞ്ഞ് പ്രതിഷേധിക്കണം. വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി സോന. ഇന്ന് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. അത് ശ്രദ്ധയപ്പെട്ടോ? അതിലെന്തെങ്കിലും പ്രതികരണമുണ്ടോ? എൻ്റെ അപ്പനെ എന്തായാലും തിരിച്ചു തരാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പം പിന്നെ പഠനം നോക്കണം, അമ്മേൻ്റെ ജോലി, വേറെ ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയൊന്നുമില്ല. അപ്പയായി കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ അമ്മയ്ക്ക് ജോലി കൊടുക്കണം, പിന്നെ കുറേ കടങ്ങളുണ്ട്, അങ്ങനെയൊക്കെ. അമ്മയ്ക്കും സുഖമില്ല ശരിക്കും. അതൊക്കെയാണ്. താങ്ക് യു സോന. എന്തായാലും വേദനയുടെ മണിക്കൂറാണ്. ഈ സമയത്ത് സംസാരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സോനയുടെ ആ ശബ്ദം, ആ ബോൾഡായ ശബ്ദം കേരളം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് സോനയോട് അത്രയധികം സമയം സംസാരിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിൽ കൂടി സോന സംസാരിക്കുന്നത് സോനയ്ക്ക് വേണ്ടിയോ സോനയുടെ കുടുംബത്തിന് വേണ്ടിയോ മാത്രമല്ല, ഒരു ജനതയ്ക്കൊന്നാകെ ഒരു 10ാം ക്ലാസ്സുകാരുടെ ശബ്ദം ഉയരുകയാണ്. ധാർമ്മിക അഭിവാദ്യങ്ങൾ സോന. ധൈര്യമായി മുന്നോട്ടേക്ക് പോകും. ടി സിദ്ദിഖ് MLA, ശ്രീ പി ഗഗാറിൻ, സംഷാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് ഒഴികയിൽ എന്നിവർ. ശ്രീ പി ഗഗാറിൻ, ഇന്നിപ്പോൾ വനം വകുപ്പിന് റീത്തുവെക്കുകയാണ് അവർ പ്രതിഷേധക്കാർ. LDFും UDFും എല്ലാവരും ചേർന്ന് രാഷ്ട്രീയ ഭേദമന്യേ സംയുക്തമായി നടത്തിയ ഒരു സമരമാണ്. വനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയില്ല. കാര്യങ്ങളൊന്നും വെടിപ്പായും കാര്യക്ഷമമായും ഇക്കാലം അത്രയും നടന്നില്ല എന്ന് സമരക്കാർ ആരോപിക്കുന്നു. അവർ റീത്തുവെക്കലല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ശ്രീ പി ഗഗാറിൻ.
അല്ല, ഇന്ന് ശ്രീ പോളിൻ്റെ മരണം ദാരുണമാണ് എന്നുള്ളതിലൊരു തർക്കമില്ല. പക്ഷെ ആ മരണത്തിൽ വയനാട് ജില്ലയിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരും ആ മരണത്തിലുള്ള വിഷമം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരത്തിന് നേതൃത്വം നൽകിയത്. ജില്ലയിലെ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. ആ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോന പോളിൻ്റെ മകളാണ്. സ്വാഭാവികമായിട്ടും ഒരു മകളുടെ പ്രയാസം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ആശുപത്രിയിലെ ചികിത്സയൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അത് ആധികാരികമായി അത് സംബന്ധിച്ച് ഞങ്ങളല്ല പറയേണ്ടത്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായി പിന്നീട് വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഈ പ്രതിഷേധം എന്ന് പറയുന്നത് വയനാട് ജില്ലയിൽ ഇന്നുണ്ടായ പ്രതിഷേധം എടുത്താൽ ഇപ്പോൾ രണ്ട് മരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജില്ലയിൽ അസാധാരണമായ പ്രതിഷേധം ഉയർന്നു വന്നത്. ഒന്ന് മാനന്തവാടിയിലെ കഴിഞ്ഞ 10-ാം തീയതി നടന്ന ആന ജനവാസ കേന്ദ്രത്തിൽ വന്നുകൊണ്ട് ആന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അസാധാരണമായൊരു പ്രതിഷേധമായിരുന്നു വന്നു. ആ പ്രതിഷേധത്തിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഭവങ്ങളുണ്ടായി. ബോഡി ആശുപത്രിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി റോഡിൽ വെച്ചു. പിന്നീട് ബോഡി കൊണ്ടുപോയി RD ഓഫീസിൽ വെച്ചു. ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അന്നും ഇന്നും കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ രണ്ട് പ്രതിഷേധങ്ങൾക്കും മുൻകൂട്ടിയുള്ളൊരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം പ്രതിഷേധത്തിൻ്റെ കൂടെ തന്നെയാണ്. സർ, ഈ ആസൂത്രണവും ഗൂഢാലോചനയും ആരോപിക്കില്ല. സ്പീക്കറിന് ആസൂത്രണവും ഗൂഢാലോചനയും തീവ്രവാദ ചാപ്പയും ഒക്കെ വഴിയെ വരും, നമുക്കറിയാമത്. പക്ഷെ ഇപ്പോഴത് ആരോപിക്കല്ലേ? ഇപ്പൊ ഒരു ജനത പ്രാണഭയത്തിലാണ്. കഴിഞ്ഞ 4 ആഴ്ചയിൽ 3 മരണം കണ്ട ഒരു ജനതയാണ്. അവർ അക്രമാസക്തരായ കുറ്റം പറയാൻ പറ്റുമോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജനതയുടെ ഭാഗമാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരാണ്. ഈ ജനതയുടെ ഭാഗമാണ് ഞങ്ങളെല്ലാം ഈ ഭീഷണി നേരിടുന്നവരാണ്. ഞങ്ങൾ ഈ ഭീഷണിയെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി പരിശ്രമം നടത്തുന്നവരാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. അത് ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% തൃപ്തരാണ് ഞങ്ങളെന്ന് പറഞ്ഞവരല്ല. ഞങ്ങൾ പൂർണ്ണമായും തൃപ്തമായ രീതിയിലുള്ള നിലപാടുകളിലേക്ക് ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും എത്തണം, ഭരണകൂടത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും എത്തണമെന്ന് വാദിക്കുന്നവരാണ്. അതിനുവേണ്ടി രാജ്യത്ത് നിലവിലുള്ള അതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി നിയമം അടിസ്ഥാനപരമായി മാറ്റണം. നമുക്ക് അതിലേക്ക് എത്താം. പക്ഷേ ഇവിടെ ഒറ്റയാഴ്ച മുമ്പ് മാത്രം മാനന്തവാടിയിൽ അവിടെ മാനന്തവാടിയിൽ ഒരു ബോഡി വെച്ച് പ്രതിഷേധം ഉണ്ടായെങ്കിൽ ഇന്ന് ബോഡി വെച്ച് പ്രതിഷേധം, സാധാരണയിൽ ബോഡി വെച്ച് പ്രതിഷേധം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഗഗാറിൻ ഗതികേടിന് അങ്ങേ അറ്റത്തെ ആ ഒരു സമരമാർഗത്തിലേക്ക് ഏത് ജനതയും പോകൂ. അങ്ങനെയല്ല. ഇന്നലെ ശ്രീ പോൾ മരിക്കുന്നതിന് മുമ്പ് വയനാട് ജില്ലയിൽ പ്രചരിച്ച ഒരു മെസ്സേജ് ഉണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആ മെസ്സേജിൽ എന്താ പറയുന്നത്? പോളിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്, ഗുരുതരമാണ്, പോൾ മരണപ്പെട്ടാൽ നാളെ നമുക്ക് വയനാട് കത്തിക്കണം. അത്തരത്തിലൊരു മെസ്സേജ് വിട്ട ആ ഗ്രൂപ്പാണ് ഇന്നും അസാധാരണമായ രീതിയിലുള്ള സംഭവങ്ങൾ പുൽപ്പള്ളിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളിലാകെ വയനാട്ടിലെ, പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ നടന്ന പ്രദേശത്തെ ജനങ്ങളുടെയോ ബന്ധുക്കളുടെയോ അതുപോലെ തന്നെ കൂടെ ഏറ്റവും അടുത്തറിയുന്ന വ്യക്തികളുടെയോ വൈകാരികമായ സമീപനമല്ലാതെ സർ, ആയിരങ്ങൾ അണിനിരന്നു. സർ, പുൽപ്പള്ളി പോലൊരു ചെറിയ പട്ടണത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. ആ പ്രതിഷേധത്തിൽ ഞങ്ങളുണ്ട്. പിന്നെങ്ങനെയാണ് ആ സമരത്തിൽ ആസൂത്രണം ആരോപിക്കുക? ഞങ്ങളുണ്ട്. ആസൂത്രണം നടത്തിയ ആളുകളെ വളരെ കൃത്യമായിട്ട്. സാർ, ഒരു പാവം ക്ഷീരകർഷകനെ മുക്കാലും തിന്നു. ഒരു പാവം ക്ഷീരകർഷകൻ ഒരു കടുവ മുക്കാലും തിന്നു. ഒരാളെ വീടിനകത്ത് ഗേറ്റ് കയറി കാട്ടാനെ ചവിട്ടിക്കൊന്നു. ഇന്ന് പോളിനെ ചവിട്ടിക്കൊന്നു. വൈകാരികത സ്വാഭാവികമല്ലേ? രാഷ്ട്രീയ പ്രശ്നമാണോ? പ്രാണഭയത്തിന്റെ പ്രശ്നമല്ലേ? നിങ്ങൾ പറ, ഒരാളെ ആശുപത്രിയിലേക്ക് ഒരാളെ കൊണ്ടുപോകുമ്പോൾ അയാൾ മരിച്ചാൽ നാളെ വയനാട് കത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ആളാരാണ്? ചോദിക്കണ്ടേ? അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് വാർത്ത വന്നിട്ടുണ്ട്. അത് പരിശോധിക്കും തീർച്ചയായിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ജില്ലക്കകത്ത് നടത്തുകയാണ്, കൃത്യമായിട്ട് നടത്തുകയാണ്. അങ്ങനെ ഈ സംഭവത്തിൽ വയനാട്ടിലെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട
സംഭവം ദാരുണമാണെന്നും അവരുടെ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കണമെന്നും ഇന്ന് നൽകുന്ന നഷ്ടപരിഹാരം പോരാ എന്നും ഈ വയനാട്ടിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും വ്യക്തികൾക്കോ വ്യത്യസ്ത അഭിപ്രായമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2015 വരെ വയനാട്ടിൽ ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് കൊടുത്തു വന്നിരുന്നത് കേവലം 2 ലക്ഷം രൂപ മാത്രമായിരുന്നു 2015 വരെ. ഇന്ന് 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഒരു മനുഷ്യൻ്റെ മരണത്തിന് ആ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തുച്ഛമായതാണ് എന്ന് വാദിക്കുന്നവരാണ് ഞങ്ങൾ. അത് മാറ്റണം എന്ന് ശക്തമായി വാദിക്കുന്നവരാണ് ഞങ്ങൾ. അത് പോരാ, ആ കുടുംബത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ പറ്റും വിധമുള്ള നിയമവ്യവസ്ഥകൾ തന്നെ രൂപീകരിക്കണം. ശരി, നമുക്ക് അതിലേക്ക് വിശദമായി നമ്മൾ ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിലേക്ക് എത്തും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള ഒരു സംവിധാനം നിയമവ്യവസ്ഥയെ നിലനിൽക്കുമ്പോൾ ഇന്നിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അത് ഇന്നുള്ള സംവിധാനത്തിനകത്ത് നിന്ന് സംസാരിക്കാൻ മാത്രം കഴിയുന്ന ആളുകളെ അവരെ മാത്രം വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനും വ്യക്തിപരമായി തടഞ്ഞു വെക്കാനും മാനസികമായി പീഡിപ്പിക്കാനും തയ്യാറാകുന്നത് നില സ്വീകരിക്കുന്നത് അരാജകത്വത്തിലേക്കല്ലേ പോവാന്നാണ്. പരിഹാരം കാണുന്നതിനുള്ള കൂട്ടായ പരിശ്രമത്തെ ദുർബലപ്പെടുത്തല്ലേ? അല്ല, അങ്ങനെ കൂട്ടായ പരിശ്രമങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണല്ലോ ജനത പറയാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സിറ്റി സിദ്ദിഖ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വാർത്ത അക്രമ സംഭവങ്ങൾ കേസെടുക്കുമെന്നാണ്. അല്ല, ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. മാനന്തവാടി മരണത്തിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി നേരിട്ട് 2 യോഗങ്ങൾ നടത്തി. 250 ക്യാമറ വെക്കാൻ തീരുമാനിച്ചതല്ലേ? 250 ക്യാമറ വെക്കാൻ തീരുമാനിച്ചു. ജില്ലയിൽ അല്ല, അത് മാത്രമൊന്നുമല്ല. ജില്ലയിലെ മന്ത്രിമാരുടെ ഒരു ടീമിനെ അയച്ചുകൊണ്ട് 20-ാം തീയതി ഈ ജില്ലക്കകത്തുള്ള ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യോഗം വിളിച്ച് ഓരോ പ്രദേശത്തും എങ്ങനെയാണ് ഇതിനെ തടയേണ്ടത് എന്നത് സംബന്ധിച്ചൊരു പദ്ധതി നിശ്ചിത ദിവസത്തിനകം തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ഇല്ലാത്ത വിധത്തിലുള്ള വേഗതയിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. നല്ല കാര്യം. അങ്ങനെ ഉണ്ടാവട്ടെ. സിറ്റി സിദ്ദിഖ് ഇവിടെ പുൽപ്പള്ളി അക്രമ സംഭവങ്ങൾ കേസെടുക്കുമെന്ന് അറിയാൻ കഴിയുന്നു. മുമ്പില്ലാത്തൊരു നീക്കാണ് മാനന്തവാടിയിൽ. നല്ല കാര്യമാണ്. ആ നീക്കങ്ങൾ മുന്നോട്ട് പോകട്ടെ. നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും. ഇത് വയനാട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും പ്രശ്നമാണ്. അതെ. അതിനിടയിൽ ചിലരെ ആക്ഷേപിക്കുക. അപ്പൊ ഇന്ന് തന്നെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ട് വിശദീകരിക്കാൻ പോയ MLA ആക്രമിക്കാൻ പോയില്ലേ? ആ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലക്ക് അയാളുടെ ബാധ്യതയല്ലേ അത് വിശദീകരിക്കാൻ പോകുന്ന ആളെ ആക്രമിക്കാൻ പോവുക എന്ന് വളരെ ഉത്തരവാദപ്പെട്ട ഒരു പുരോഹിതൻ അടിയടാന്ന് പറയുക. അതൊക്കെ നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഇതൊരു വൈകാരിക പ്രതിഷേധത്തിന്റെ ഒരു വൈകാരിക തലത്തിലെ പീക്കിൽ നിൽക്കുന്ന ഒരു പ്രതിഷേധത്തിൽ അടിയട എന്നൊക്കെ പറയുന്നത് അത്ര വലിയ മഹാപരാധമാണോ എന്ന് സമരത്തിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അങ്ങ് ആലോചിക്കും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതല്ല, അങ്ങനെ വരുമ്പോൾ ഉത്തരവാദപ്പെട്ടവർക്ക് ഏത് സന്ദർഭത്തിലും ഇടപെടാൻ പറ്റാത്ത സാഹചര്യം വരില്ല. അതെ. ഉത്തരവാദപ്പെട്ടവർ വന്നാൽ അവരെ ആക്രമിക്കുന്ന നില വന്നാൽ ആർക്കെങ്കിലും അങ്ങോട്ട് വരാൻ. ഇത് 365 ദിവസവും വയനാട്ടിൽ നടക്കുന്ന സംഭവവികാസമല്ല. മാനന്തവാടിയിൽ നേരത്തെ സമരമുണ്ടായപ്പോഴും ഇത്രത്തോളം കടുത്തില്ല. അത് ദിവസങ്ങൾക്കപ്പുറം വീണ്ടും അതേപോലെ ഒരു കാട്ടാന നെഞ്ചാങ്കൂടി ചവിട്ടി തകർത്തൊരു മനുഷ്യനെ പ്രാരാബ്ധക്കാരനെ കൊന്നപ്പോഴുണ്ടായ വൈകാരികത കാണണം. ഗഗാറിന് എല്ലാ ദിവസവും ഉണ്ടാകുന്ന സമരം ഇങ്ങനെയാണോ? ഞാൻ അങ്ങനെയൊക്കെ എത്തും. സിറ്റി സിദ്ദിഖ് ഇവിടെ ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ആ വൈകാരികത ഉള്ളതുകൊണ്ടല്ലേ നേരത്തെ ഞങ്ങൾ ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നില്ലല്ലോ. ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങളുടെ വൈകാരികതയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടല്ലേ ഭരിക്കുന്ന LDF പോലും ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ശരി, ഞാൻ അങ്ങനെ എത്താം. സിറ്റി സിദ്ദിഖ് ഇവിടെ വനം വകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് കേസ് എന്ന് പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലെറിഞ്ഞതിന് കേസ്. പോലീസ് ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. എത്ര പേർക്കെതിരെ കേസെടുക്കുമെന്ന് കാത്തിരുന്ന് കാണണം. കാട്ടുപന്നിയെ പേടിക്കണം, കാട്ടാനയെ പേടിക്കണം, സകലമാന വന്യമൃഗങ്ങളെ പേടിക്കണം, ഒടുവിൽ കേസും പേടിക്കണം. സിറ്റി സിദ്ദിഖ്, ഒന്ന്, ഈ വയനാട്ടിൽ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ റീസെൻ്റായി കടന്നു പോവുകയാണ്. തുടർച്ചയായ ഇതുപോലെയുള്ള വന്യജീവി ആക്രമണവും നമ്മുടെ ആളുകൾ വളരെ വിഷമകരമായ സാഹചര്യം, ഓരോ ദിവസവും മരണത്തിന് കീഴടങ്ങുന്ന അതീവ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ജില്ല കടന്നു പോവുകയാണ്. റീസെൻ്റായിട്ട് ലക്ഷ്മണൻ്റെ മരണം, അജീഷിൻ്റെ ചാലികതയിൽ അജീഷിൻ്റെ മരണം, പ്രജീഷ് അതിനു മുമ്പേ കടുവ ഭക്ഷിക്കുന്നതായിട്ടുള്ള സാഹചര്യം വന്നു. ഇന്നലെ പോളിൻ്റെ മരണം, നാളെ ആരാണ് എന്നുള്ളത് പറയാനൊക്കാത്തതായ ഗുരുതരമായ സാഹചര്യം.
ചർച്ചയില്ലാത്തതല്ല ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വനം മന്ത്രി നേരിട്ട് വന്ന് നിരവധി ചർച്ചകൾക്ക് ഇവിടെ നേതൃത്വം കൊടുത്തു. അസംബ്ലിയിൽ ഞാനും IC ബാലകൃഷ്ണൻ MLA-യും അതുപോലെ മലയോര മേഖലയിലെ വിവിധ MLA-മാർ, കേളു ഉൾപ്പെടെ വിവിധ MLA-മാർ, ശ്രീ സണ്ണി ജോസഫ് വക്കീൽ, സജീവ് ജോസഫ് ഉൾപ്പെടെ വിവിധ MLA-മാർ അടിയന്തര പ്രമേയങ്ങൾ നിരവധി തവണ, കോളിംഗ് അറ്റൻഷൻ, സബ്മിഷൻ, ഞങ്ങൾ ബഡ്ജറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ നിരവധി തവണ നടത്തി. ഞങ്ങൾ മന്ത്രിയോട് നേരിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. ഞങ്ങൾ ഇവിടെ വയനാടിന് വേണ്ടത് ചർച്ചയല്ല, വയനാടിന് വേണ്ടത് തീരുമാനങ്ങളും നടപടികളുമാണ്. ഈ തീരുമാനങ്ങളും നടപടികളും ചെയ്യാത്തതാണ് ഇവിടെയുള്ള ഗുരുതരമായ പ്രശ്നം. ഞാൻ കൗണ്ടർ ചെയ്യല്ല, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും സീരീസ് ഓഫ് ഇൻസിഡൻസ് ഉണ്ടായിട്ട് കേരളത്തിൻ്റെ നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ബഹുമാനപ്പെട്ട വനം മന്ത്രി. ആ ബഹുമാനപ്പെട്ട വനം മന്ത്രി നമ്മുടെ ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കിയോ? പ്രജീഷിനെ പച്ചയായി ഭക്ഷിച്ചു, അദ്ദേഹം തിരിഞ്ഞു നോക്കിയോ? അതേ ആദിവാസി ലക്ഷ്മണൻ്റെ വീട്ടിൽ പോയോ? ചാലിക്കത്ത അജീഷിൻ്റെ വീട്ടിൽ പോയോ? ആ അജീഷിൻ്റെ അന്ന് വരണ്ട, അന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകും എന്നുള്ളതാണ് കാരണമെങ്കിൽ അന്ന് വരണ്ട, തൊട്ടടുത്ത ദിവസം വരണ്ട, അത് കഴിഞ്ഞ് വരണ്ടേ? പോള് മരിച്ചു, അദ്ദേഹം കോഴിക്കോടുണ്ടല്ലോ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഉണ്ടല്ലോ. അവിടെ ചെന്ന് കുടുംബങ്ങളെ ഒന്ന് കണ്ട്, ഡെഡ് ബോഡി ഒന്ന് കണ്ട്, അവിടെയുള്ള അനുബന്ധ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിച്ച് ആ കുടുംബത്തെ ചേർത്ത് നിർത്തി ഞങ്ങൾ കൂടെയുണ്ട് എന്ന് സംസാരിക്കേണ്ട ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ടല്ലോ. ആ ധാർമ്മിക ഉത്തരവാദിത്തം പോലും നിർവഹിക്കാതെ ജനം ഭീതിയിലും അരക്ഷിതമായ അവസ്ഥയിലും ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയാണ്. പുറത്തിറങ്ങിയാൽ അവർക്ക് അവരുടെ വിളകൾ സംരക്ഷിക്കാൻ ഒക്കുന്നില്ല, അവരുടെ ജീവനോപാധികൾ തകർച്ചയിൽ, അവർക്ക് രാവിലെ കന്നുകാലികളെ കറക്കാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒക്കുന്നില്ല, അവർക്ക് പകൽ സമയത്ത് അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ ആദിയോടുകൂടി നിൽക്കുന്നു. ഓരോ സന്ദർഭങ്ങളിലും ഇതുപോലെ സമാനമായ പ്രശ്നങ്ങൾ നടക്കുകയാണ്. വയനാട് ജില്ലയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി മന്ത്രിസംഘത്തെ അയച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. നേരിട്ട് വന്ന് ഇവിടെയുള്ള ഗൗരവതരമായ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മനസ്സിലാക്കുകയും പരിഹരിക്കാനുള്ള നേതൃത്വം കൊടുക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഈ മന്ത്രിയെ ദയവ് ചെയ്ത് വയനാടിൻ്റെ ചുമതല ഇനി ഏൽപ്പിക്കരുത്. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റണം. അദ്ദേഹത്തെ ഈ ജില്ലയുടെ ചുമതല ഒരു വൈകാരികതയുമില്ലാത്ത, വയനാടിൻ്റെ സെന്റിമെന്റ്സ് ഏറ്റെടുക്കാൻ ഒരു ശേഷിയുമില്ലാത്ത ഈ മന്ത്രിയെ ദയവ് ചെയ്ത് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം. എന്ന് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം. ഞാൻ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൻ്റെ MLA-യാണ്. പക്ഷേ എനിക്ക് മാനന്തവാടിയിലും എനിക്ക് ഇന്ന് പുൽപ്പള്ളിയിലും ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിൽ ഈ കാലയളവിൽ വനം മന്ത്രി പലയാവർത്തി വന്നു പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ്, സബ്ജക്ട് കറക്ഷൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പാർട്ടി പരിപാടിക്ക് അടക്കം വയനാട്ടിൽ മന്ത്രി വന്നു പോകുന്നുണ്ട്. എന്താണ് ആ വീട്ടിലേക്കൊന്ന് പോയാ എന്ന് പറഞ്ഞാൽ ഈ 38 വയസ്സുള്ള ക്ഷീര കർഷകനെ കിലോമീറ്റർ കടിച്ചു വലിച്ചു കൊണ്ടുപോയി മുക്കാലും തിന്ന ബോഡി കിട്ടിയതാണ് വീട്ടുകാർക്ക്. എന്തൊരു വേദനയാണ് ആ വീട്ടിലുണ്ടാവുക. അവിടെ പോയിരുന്നു 10 നിമിഷം മിണ്ടാതിരുന്നിട്ട് പോയാൽ, ഒന്ന് സംസാരിക്കണ്ട, മൗനമായി 10 നിമിഷം ഇരുന്നിട്ട് ഇറങ്ങിപ്പോയാൽ എന്താ ഉണ്ടാവുക മന്ത്രിക്ക്? സിദ്ദിഖ്, വനം മന്ത്രി ഞാനത് ടെക്നിക്കലായി പദ്ധതികൾ, ഇപ്പോൾ ആവാസ വ്യവസ്ഥ പുനഃക്രമീകരിക്കണം, 2 പ്രതിരോധ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം, വിക്ടിംസിന്റെ റീഹാബിലിറ്റേഷൻ ഫുൾ സ്വിംഗ് നടക്കണം, കാർഷിക മേഖലയിൽ അവർക്ക് സ്വസ്ഥതയോടുകൂടി അവരുടെ ജോലികളുമായി മുന്നോട്ട് പോകണം, ഇതെല്ലാം നടപ്പിലാക്കണം. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, ഒരു ഗൗരവതരമായ പ്രശ്നം സീരിയസായി നടക്കുമ്പോൾ ഒന്നുമില്ല, വെറും കൈയോടുകൂടി പോയി ഞങ്ങൾ കൂടെയുണ്ട്, ഒരു ഗവൺമെന്റ് കൂടെയുണ്ട്, ഞങ്ങൾ ചേർത്ത് നിർത്തും, മുഖ്യമന്ത്രിയെ ഇടപെടിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലെ വിഷമവും പ്രയാസവും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ അത് ശാന്തതയോടുകൂടി നേരിടണം. ഇതൊന്ന് ചേർത്ത് നിർത്തി പറയാൻ ഒരു ഗവൺമെന്റിന്റെ, ഒരു മന്ത്രിയുടെ സാന്നിധ്യമാണ് ജില്ലക്ക് നഷ്ടപ്പെട്ടത്. ജനം എന്തുകൊണ്ട് പ്രകോപിതരായി? ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ജനം എന്തുകൊണ്ട്, ഇന്ന് ജനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രോശം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ തുറന്നു പറയുന്നു, നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ നേരിടേണ്ടി വന്നതിനെ അപമാനമായിട്ടല്ല ഞാൻ കരുതുന്നത്. ഞാൻ അത് ജനത്തിന്റെ പ്രതികരണമായി കാണാൻ ആഗ്രഹിക്കുന്നു.
അതിൽ മറ്റു വല്ല രീതിയിലുള്ള അന്തർധാരയും മറ്റു വല്ലതായിരിക്കുന്ന പ്രത്യേകമായ താല്പര്യത്തോടു കൂടി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഗവൺമെന്റ് പോലീസുമാണ്. അവർ പരിശോധിക്കട്ടെ. പക്ഷേ ജനത്തിന്റെ ആ പ്രതിഷേധത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വൈകാരിക വിക്ഷുബ്ധതയാണ്, അവരുടെ പ്രയാസങ്ങളാണ്, അവരുടെ ആവലാതികളാണ്. ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യത്തെ ഒരു ഡെഡ് ബോഡി വെച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്നതിൻ്റെ രൂപമാണ്. ആ പ്രതിഷേധത്തിൻ്റെ തലം ഏത് തലത്തിൽ പോയി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചയാവാം. പക്ഷേ നിലവിലുള്ള വയനാട്ടിലെ സാഹചര്യം ഭീതിതമായ സാഹചര്യമാണ്. ആ സാഹചര്യത്തെ ചെറുതായി കാണാൻ ഒക്കില്ല. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. വയനാടിൻ്റെ മെഡിക്കൽ കോളേജ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി പോകാൻ പറ്റുന്നതല്ല. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏത് രോഗിയെയാണ് വയനാട് മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്യാത്തത്? ഞാൻ ഈ മന്ത്രിയുടെ പിറകെ ആലോചിക്കണം നിങ്ങൾ. ഞാൻ ഈ മന്ത്രിയുടെ പിറകെ തുടക്കം മുതൽ ഞാൻ ഒരു കാര്യത്തിന് പിറകില്ല. എന്താ കാര്യം എന്നറിയോ? ഒരു അപകടകരമായ സാഹചര്യത്തിൽ ഒരാൾ വന്നാൽ, ഒരാൾ വന്യമൃഗ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റാൽ അയാൾക്ക് പ്രൈവറ്റ് ആശുപത്രിയിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും പോയി ചികിത്സിക്കാൻ സർക്കാരിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഉണ്ടാകണം. ഇത് ഞാൻ പറയാനുള്ള കാരണം കൂടെ പറയാം. എൻ്റെ നിയോജക മണ്ഡലത്തിൽ കുന്നംപറ്റയിൽ സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം പശുവിനെ തീറ്റാൻ പോയതാണ്. കാട്ടാനെ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ 4 വാരിയെല്ല് പൊട്ടി. അദ്ദേഹത്തിന്റെ മൂത്രസഞ്ചി തകർന്നു, മൂത്രനാളി തകർന്നു. ലിയോ ആശുപത്രിയിൽ അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുമ്പോൾ നേരെ ഞാൻ എടുത്ത് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ മിംസ് ആശുപത്രിയിൽ അദ്ദേഹം ദിവസങ്ങളോളം കിടന്നു. അദ്ദേഹം ഇന്നിപ്പോ വീട്ടിൽ കിടക്കുകയാണ്. ജീവൻ തിരിച്ചു കിട്ടി, വീട്ടിൽ റെസ്റ്റ് ചെയ്യുക. ഞാൻ മന്ത്രിയോട് പ്രസംഗത്തിൽ കത്ത് മുഖാന്തരം എല്ലാ മീറ്റിംഗിലും പറയുന്നു, പ്രിയപ്പെട്ട മന്ത്രി, പ്രൈവറ്റ് ആശുപത്രിയിൽ പാവങ്ങളെ ചികിത്സിക്കാൻ താങ്കൾ അനുവാദം തരണം, ഓർഡർ ഇറക്കണം. ഓർഡർ ഇറക്കിയില്ല. പോളിനെ നേരെ വിംസ് ആശുപത്രി മേപ്പാടിയിൽ കൊണ്ടുപോയാൽ ഒരുപക്ഷെ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ നേരിട്ട് കോഴിക്കോട് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ രക്ഷപ്പെടുമായിരുന്നു. എന്തായിരുന്നു തടസ്സം? പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ പണം കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകില്ല. അതാണ് പ്രശ്നം. ഞാൻ 3 വർഷത്തോളമായി ഈ മന്ത്രിയുടെ പിറകില ഒരു ഉത്തരവ് കിട്ടാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗവൺമെന്റ് ഇവിടെയില്ല, ഒരു സാന്നിധ്യം ഇവിടെയില്ല, ചേർത്ത് നിർത്താൻ സംവിധാനമില്ല. ഈ ബാക്കിയുള്ളതായിരിക്കുന്ന ഇതിന്റെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നേതൃത്വം കൊടുക്കാൻ പ്രിയ ശ്രീധൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് മുഴുവൻ സമയവും അദ്ദേഹം അവിടെയുണ്ട്. ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ചർച്ചയിൽ പങ്കെടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ സിദ്ദിഖ്, ഞാൻ സംശാദ് മരക്കാരിലേക്കും അലക്സ് ഒഴിയിലേക്ക് എത്തും. പക്ഷേ ഈ പറഞ്ഞ എല്ലാ സാങ്കേതികൾക്കും അപ്പുറം ആവർത്തിച്ച് മരണമുണ്ടാകുമ്പോൾ വനം മന്ത്രി അവിടേക്കൊന്ന് പോവുക, അവിടെ അവരെ ഒന്ന് സമാശ്വസിപ്പിക്കുക എന്നുള്ളത് ബേസിക് മനുഷ്യാവകാശമാണ്, ഒരു ബേസിക് മനുഷ്യത്വമാണ്. അത് മന്ത്രി ചെയ്യുന്നില്ലെങ്കിൽ പരമകഷ്ടമെന്നേ പറയാനുള്ളൂ. ശ്രീ അലക്സ് ഒഴികയിൽ നേരത്തെ തുടക്കത്തിൽ പി ഗഗാരൻ പറഞ്ഞ ആ മെസ്സേജ്, അത് കഴിഞ്ഞ് ടി സിദ്ദിഖ് MLA പറഞ്ഞ എന്തെങ്കിലും അന്തർധാര ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് പറയുന്ന ആ സംശയം കിഫ എന്ന സംഘടനയ്ക്കടക്കം നേരെ ഉയരുന്ന സംശയങ്ങളാണോ? ആ സമരം കലുഷിതമാക്കാൻ നിങ്ങളടക്കം ഇടപെട്ടോ ശ്രീ അലക്സ് ഒഴികയിൽ? ശ്രീ ഹാഷ്മി, ആദ്യമേ തന്നെ പറയട്ടെ, ഇവിടെ ഇപ്പോൾ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്നുള്ള പ്രതിനിധികളാണുള്ളത്. ഇവർ 2 ടീമുകളും അതോടൊപ്പം BJP ചേർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. എന്തിനായിരുന്നു ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത്? ആർക്കെതിരെ എന്തിനു വേണ്ടിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്? കോൺഗ്രസ് വയനാട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന UDF-ന്റെ മുന്നണിയുടെ ഭാഗമാണ്. LDF കേരളം ഭരിക്കുന്നു, BJP ഇന്ത്യ ഭരിക്കുന്നു. ഇവർ ഈ കൊല്ലപ്പെട്ട പോളിനെതിരെയാണോ ഇവർ ഹർത്താൽ നടത്തിയത്? അതോ ഞങ്ങളുടെ ജീവഭയത്തിൽ പേടിച്ച് ജീവിക്കുന്ന വയനാട്ടിലെ ജനതയ്ക്കെതിരെയാണ് ഇവർ ഹർത്താൽ നടത്തിയത്? ഇവർ നടത്തിയ ഹർത്താൽ നാടകമായിരുന്നു. അതായത് വളരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അത് തടയാനായിട്ട് ഈ 3 പാർട്ടികളും കൂടെ പ്ലാൻ ചെയ്ത് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ആ തട്ടിപ്പിനെ വയനാട്ടിലെ പ്രബുദ്ധരായ ജനത അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ചവറ്റുകൊട്ടയിലിട്ടിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതിൽ ടി സിദ്ദിഖും IC ബാലകൃഷ്ണൻ MLA-യും ആക്രമിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. IC ബാലകൃഷ്ണൻ കിഫയുടെ പേരെടുത്ത് പറഞ്ഞു. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ ഈ നാടകത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോൾ അതിലുണ്ടാകുന്ന സംഭവവികാസങ്ങൾ നിങ്ങൾ കിഫയുടെ അക്കൗണ്ടിൽ വെച്ചോ, ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ നാടകത്തിനെതിരെയാണ് ജനം പ്രതിഷേധിച്ചത്. എന്താ നാടകം? ഒറ്റ കാര്യം കൃത്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരാഴ്ച മുമ്പ് അജീഷിന്റെ മരണം നടന്നപ്പോൾ മാനന്തവാടിയിൽ ഇതിന് സമാനമായ രീതിയിൽ വളരെ വലിയ ജനക്കൂട്ടമുണ്ടായി. ഒരു 6 പോയിന്റുള്ള ഒരു കരാറിട്ടു. അതിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് 50 ലക്ഷം രൂപ കൊടുക്കും, അതിൽ 10 ലക്ഷം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ് ബാക്കി 40 ലക്ഷം കൊടുക്കാൻ ശുപാർശ ചെയ്യുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ 3 പേര്, ഈ പറയുന്ന നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, കേളു, 3 MLA-മാർ പങ്കെടുത്തു.
ആ ചർച്ചയിൽ ഈ 40 ലക്ഷത്തെ പറ്റി എന്തെങ്കിലും ചർച്ചയുണ്ടായോ? അതിനെപ്പറ്റി യാതൊരു തീരുമാനം വന്നിട്ടില്ലല്ലോ. ഒരു CCF കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അതുപോലെ PCCFന്റെ അധികാരം CCF കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു, 3 RRT ടീം ഉണ്ടാക്കുന്നതിനെ പറഞ്ഞു. ഈ പറഞ്ഞ അജീഷിന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് വന്ന കരാറിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ പറ്റി ആ ചർച്ചയിൽ ഉന്നയിക്കാൻ ഈ പറഞ്ഞ സിദ്ദിഖ് അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് പറ്റിയോ? ജോലി കൊടുക്കുന്ന കാര്യത്തെ പറ്റി ചർച്ച വന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി യാതൊരു ചർച്ചയുമില്ല. അപ്പോൾ അത് ഞങ്ങൾ വിഡ്ഢികളാക്കപ്പെട്ടു എന്ന് വയനാട് ജനതയ്ക്ക് ബോധ്യം വന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് പോളിന്റെ കേസിൽ ചർച്ച നടക്കുന്നത്. അതേ തീരുമാനങ്ങൾ ഞാൻ ഇതിന്റെ എൻ്റെ കയ്യിൽ ആ ഒരു കടലാസ് ഉണ്ട്. അതായത് 40 ലക്ഷം രൂപയിൽ 50 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ ഉടനെ കൈമാറുന്നതും ബാക്കി വന്ന 40 ലക്ഷം രൂപ കുടുംബത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ ചർച്ചയുടെ തീരുമാനമായി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ശുപാർശയാണല്ലോ അജീഷിന്റെ കാര്യത്തിൽ ഉണ്ടായത്. എന്നിട്ട് ആ ശുപാർശയിൽ എന്താ സംഭവിച്ചത്? അതിൽ ഫോളോ അപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത നട്ടലില്ലാത്ത രാഷ്ട്രീയ പ്രതിഷേധം ഉണ്ടായത്. ശുപാർശ കൊടുത്തോ? അതാ സിദ്ദിഖ് പറയട്ടെ. അല്ല സിദ്ദിഖ് പറയട്ടെ. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളല്ലോ. സിദ്ദിഖല്ലേ ഇതിനകത്ത് പങ്കെടുത്ത ആള്. സിദ്ദിഖ് പറയട്ടെ ചർച്ച കൊടുത്തു. അതൊന്ന് എനിക്ക് കുറച്ചുകൂടെ സമയം തരണം ഹാഷ്മി. ഇതില് ഇന്നത്തെ നടന്ന ചർച്ചയിൽ 6ാമത്തെ ഒരു പോയിന്റ്, അതാണ് ഏറ്റവും രസകരം. പ്രശ്നക്കാരൻ എന്ന് ചർച്ചയിൽ ഉന്നയിച്ച ആനയെ നിരീക്ഷിക്കുന്നതിന് വനം വകുപ്പ് നടപടി സ്വീകരിക്കും. ഈ ആനയെ നിരീക്ഷിക്കാനും അതിന്റെ ആനയുടെ പുറകെ ഓടിക്കൊണ്ടിരുന്ന വാച്ചറ കൊല്ലപ്പെട്ടത്. ആ വാച്ചർ കൊല്ലപ്പെട്ട വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ പറയാം ആനയെ ഞങ്ങൾ വീണ്ടും നിരീക്ഷിക്കുന്നു. ഇവരൊക്കെ സുബോധത്തോടു കൂടി തന്നെയാണോ എൻ്റെ പൊന്ന് ഹാഷ്മി ചർച്ചയിൽ പങ്കെടുക്കുന്നത്? എന്ത് വൃത്തികേടാണ് എഴുതി വെച്ചിരിക്കുന്നത്? ആ ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് ഉടണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ല ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇത് സെക്ഷൻ 11(1)A പ്രകാരം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവിടാലോ, കളക്ടർക്ക് ഉത്തരവിടാലോ. CRPC 133(1)F പ്രകാരം മുഖ്യമന്ത്രി മിനിഞ്ഞാന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞല്ലോ കളക്ടർ ഉത്തരവ് അധികാരം പ്രയോഗിക്കണമെന്ന്. പിന്നെ എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ കൃത്യമായിട്ട് ഈ അജീഷിന്റെ കാര്യത്തിൽ ഉന്നയിച്ച ഫസ്റ്റ് ഡിമാൻഡ് ആനയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള. അജീഷിന്റെ കാര്യത്തിൽ ആ മോഴയാനയുടെ പുറകിൽ 8 ദിവസമായി 250-300 ഫോറസ്റ്റുകാർ ഡാൻസ് കളിക്കുന്നു. അത് കർണാടകയിൽ ആളെ കൊന്നിട്ടുണ്ട്, കേരളത്തിൽ കൊന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ക്രിമിനൽ, അതായത് ആളെ കൊന്ന പശ്ചാത്തലമുള്ള ആനയെ അതിനെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ നിയമമുണ്ട്. ഇതിന് കേന്ദ്രത്തിലേക്ക് വഴിയാറിയിട്ട് കാര്യമില്ല, കേന്ദ്രത്തിലേക്ക് കത്തെഴുതിയിട്ട് കാര്യമില്ല. നിലവിൽ നിയമത്തിലുള്ള പ്രൊവിഷൻ ഉപയോഗിക്കാൻ നട്ടലില്ലാത്ത ആർജവുമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം വയനാട്ടിലും കേരളത്തിലും ഉള്ളത്. അതിനെതിരെ പ്രതിഷേധം വന്നത് അത് കിഫ സംഘടിപ്പിച്ചാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. നിങ്ങൾ കേസെടുക്ക്. നിങ്ങളുടെ നാടകത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ നിങ്ങൾ കേസെടുത്തങ്ങ് മുക്കി കയറ്റാനാണെങ്കിൽ നിങ്ങൾ കേസെടുക്കുന്നേ, നമുക്ക് നോക്കാം. കോടതിയൊക്കെ ഒരുപാട് കണ്ടിട്ട് തന്നെയുണ്ട് കിഫ. നിങ്ങൾ കണ്ടിരിക്കാൻ കൂടുതൽ കോടതി കണ്ടിട്ടുണ്ട് കിഫ. നിങ്ങൾ കേസെടുക്ക്. കേസ് നേരിടാൻ ചങ്കൂറ്റുള്ളവർ തന്നെ പ്രതിഷേധിച്ചത്. ഇനിയും പ്രതിഷേധം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ നാടകം ഉണ്ടല്ലോ, ഈ പറഞ്ഞ നാടകം സിദ്ദിഖിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞിരിക്കുന്ന 11 പോയിന്റുകളിൽ വെറും വൃത്തികേടല്ല എന്ന് സിദ്ദിഖിന് പറയാൻ പറ്റുമോ? എന്ത് അസംബന്ധം നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്? ആനയെ നിരീക്ഷിക്കാൻ ആളെ ഏർപ്പാടാക്കുന്നു. നിരീക്ഷിക്കാൻ പോയ ആളാണ് കൊല്ലപ്പെട്ടത്. എന്നിട്ട് അയാളുടെ മരണവുമായി നടന്ന ചർച്ചയിൽ നിങ്ങൾ പറയാം വീണ്ടും നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കുന്നു. എന്നിട്ട് ഈ ഒരു പരിഹാരവുമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പും ഉണ്ടോ സിദ്ദിഖെ? നിങ്ങൾ സിദ്ദിഖ് ഒരു തിരക്ക് ആയത് കാരണം അതേ പോയി. അതാണ് നേർക്കുന്ന ചോദിച്ചാൽ മറുപടി പറയാൻ സിദ്ദിഖ് തൽക്കാലം ഇല്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം അലക്സ്. ഇപ്പോൾ 250 പേര് 8 ദിവസം എന്ന് പറയുമ്പോൾ 250 പേർക്ക് ഒരു ദിവസം ഒരാൾക്ക് 1000 രൂപ എന്നൊരു ഓട്ടക്കണക്ക് കൂട്ടിയാലും 1000 രൂപയുള്ള 3 നേരം ഭക്ഷണം അടക്കം 1000 രൂപ കൂട്ടിയാലും ഒരു ദിവസം 2.5 ലക്ഷം രൂപ അല്ലേ? അങ്ങനെ × 8 കൂട്ടി നോക്കുക കേട്ടോ. വേലൂർ മക്കനക്ക് പിന്നാലെ ഉള്ള ചെലവ് പോട്ടെ. അതെ എന്നും അത് മാത്രമല്ല ഹാഷ്മി, ചെലവ് മാത്രമല്ല, ഈ ഫോറസ്റ്റുകാരെ ചാർജ് ചെയ്യുന്ന എത്രയോ വീഡിയോസ് വന്നു. ആ ആന ഇതിന് പുറകെ പോകുന്ന ഫോറസ്റ്റുകാർ മനുഷ്യരല്ലേ, അവരെ ചാർജ് ചെയ്ത് ആക്രമിച്ച് കൊന്നു കഴിഞ്ഞാൽ അവർക്ക് വെടിവെക്കാൻ പോലും ഉത്തരവില്ല. പിടിച്ചിട്ടാണ് ഈ ആനയുടെ പുറകെ പോകുന്നത്. ഏതെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെ സംഗതി ഉണ്ടോ? ശ്രീ സംഷാദ് മരക്കാർ, ഇവിടെ ടി സിദ്ദീഖിനോട് അലക്സ് ഒഴികയിൽ നേർക്കുനേർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ അസാനത്തിൽ താങ്കൾക്ക് മറുപടി പറയാമെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ തുടക്കത്തിൽ സോന പറയുന്നില്ലേ, പോളിന്റെ മകൾ സോന പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഇത് 2 ദിവസത്തെ പ്രതിഷേധമേ ഉള്ളൂ എന്നറിയാം. മാധ്യമങ്ങളുടെ കാര്യത്തിലോ ഇന്നിപ്പോൾ ഒരു മരണവും ഇത്രയും പ്രതിഷേധവും ഉണ്ടാകുമ്പോഴാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ആ ദിവസം പോലും ഇപ്പോൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്ന മുഖ്യധാര ചാനൽ ഏതൊക്കെയാണെന്ന് നോക്കൂ. എടുക്കാത്ത ചാനലുകൾ അല്ലെങ്കിൽ ഉണ്ട്. സംഷാദ് മരക്കാർ അത്രയേ ഉള്ളൂ ഇക്കാര്യത്തിലുള്ള പ്രതിബദ്ധത. എല്ലാവർക്കും ആത്മവിശ്വാസം പറയുന്ന എല്ലാവർക്കും അത്രയേ ഉള്ളൂ പ്രതിബദ്ധത. അത് വയനാടിന്റെ പ്രശ്നം, വയനാടൻ ജനതയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടം. സംഷാദ് മരക്കാർ, വയനാട് ജില്ലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ ചർച്ചയിൽ വിവിധങ്ങളായ അഭിപ്രായം പറഞ്ഞു. ആദ്യം കിഫയുടെ പ്രതിനിധി ടി സിദ്ദീഖ് MLA കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ളൊരു മറുപടി പറയാം. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എല്ലാ MLA മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുമാണ് പങ്കെടുത്തത്, പിന്നീട് ഉദ്യോഗസ്ഥരും. അതിൽ നമ്മൾ പറഞ്ഞതാണ് നിലവിൽ
ഈ നഷ്ടപരിഹാരമായി കൊടുക്കുന്ന 10 ലക്ഷം രൂപ അപര്യാപ്തമാണ്, അത് അടിയന്തരമായി വർദ്ധിപ്പിക്കണം, 50 ലക്ഷം രൂപ കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ 11 കോടി രൂപയോളം വിവിധ സ്ഥലങ്ങളിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാക്കിയുള്ളത് കൊടുക്കാം എന്നുള്ളത് തീരുമാനത്തിൻ്റെ ഭാഗമായി പറഞ്ഞതാണ്. ഇതേ ആവശ്യമാണ് കേന്ദ്രത്തിൻ്റെ ഒരു നയവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പ്രമേയത്തിൻ്റെ ചർച്ചയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് നമ്മൾ ഈ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. അതിനകത്ത് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എല്ലാവരുടെയും ആവശ്യം അത് തന്നെയാണ്. അത് ചർച്ചയിലും നമ്മൾ ഉന്നയിച്ചതാണ്. അലക്സ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കലക്ടർക്ക് വെടിവെക്കാൻ ഉത്തരവിടാം, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാം. ഇതും നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് അലക്സ് അവിടുത്തെ മിനിറ്റ്സ് എടുത്ത് നോക്കൂ. അത് നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. ആളുകൾ ഇത്തരത്തിലാണ് ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു തീരുമാനമുണ്ടാകണം. കലക്ടർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡിന് ചെയ്യാൻ പറ്റുമോ? അവിടെ 2 അഭിപ്രായമാണ് ഉണ്ടായത്. ചെയ്യാൻ പറ്റുമെന്നും പറയുന്നു, ഏജ് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നു. ഇതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് സർക്കാരാണ്. ഇത് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ചർച്ചയിൽ ഈ ആവശ്യം ഉന്നയിച്ചത് വയനാട്ടിൽ നിന്ന് പോയവ ഞങ്ങൾ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊന്നും ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് തീരുമാനമെടുക്കാനും ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ്. പിന്നെ ആഷ്മി പറഞ്ഞതുപോലെ ഈ പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നു, ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതി ഇവിടെ ഇല്ല. നമ്മൾ ഓരോ മീറ്റിങ്ങുകൾ ആഷ്മിക്കർ ഈ വനം വകുപ്പ് മന്ത്രി വിശ്വാസമില്ലാതായത് എങ്ങനെയാണ്? വനം വകുപ്പ് മന്ത്രി ചീരാലിൽ കടുവയെ പിടിച്ചതിന് ശേഷം വിളിക്കുന്ന സർവകക്ഷി യോഗത്തിൽ കുറേ തീരുമാനം പ്രഖ്യാപിക്കും, അതിനുശേഷം അത് നടപ്പിലാക്കില്ല, വീണ്ടും ഒരു സർവകക്ഷി യോഗം വിളിക്കും. ഇങ്ങനെ പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ട് വനം വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ചർച്ചയ്ക്ക് പോകാതിരുന്നത്. മുഖ്യമന്ത്രി വിളിച്ചതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് പോയത്. വയനാട്ടിൽ 4 മരണം നടന്നു. അതിനിടയിൽ വനം വകുപ്പ് മന്ത്രി വയനാട്ടിൽ വന്നു. ജനുവരി 26-ാം തീയതി വനം വകുപ്പ് മന്ത്രി വയനാട്ടിലുണ്ട്. എന്നിട്ട് ഒരു വീട്ടിൽ പോലും സന്ദർശിക്കാതെ അദ്ദേഹം റിപ്പബ്ലിക് ദിനത്തിന്റെ പരിപാടി കഴിഞ്ഞ് പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചുപോയി. അദ്ദേഹത്തിനാണ് വയനാടിന്റെ ചുമതല. അല്ലല്ല, അതിപ്പോ NCPയുടെ ഔദ്യോഗിക പക്ഷം ഏതാണെന്നൊക്കെ വലിയ തിരക്കുണ്ട്. മന്ത്രി സംഷാദ് മരക്കാർ, NCPയുടെ ഔദ്യോഗിക പക്ഷം ഏതാണ് എന്നൊക്കെയുള്ള വലിയ ചിന്തകൾ ചർച്ച ചെയ്യാനുണ്ട് മന്ത്രിക്ക്. അതുകൊണ്ടാവും ഞങ്ങളുടെ ഒരു ഗതികേട് ആഷ്മി ആലോചിച്ചു നോക്കിയേ. പിന്നെ ആനയുടെ കാലേതാ ആനയുടെ വാലേതാന്ന് അറിയാത്തൊരു വനംവകുപ്പ് മന്ത്രി, അയാൾക്ക് തന്നെയാണ് വയനാട് ജില്ലയുടെ ചുമതലയും കൊടുത്തിരിക്കുന്നത്. ഈ ജില്ലയിലെ 4 മരണങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലെ ജനതയൊന്ന് ശാന്തരാവട്ടെ, ഇവിടുത്തെ കാലാവസ്ഥയൊന്ന് മാറട്ടെ, രാഹുകാലം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് വരാമെന്ന് പറയുകയാണ്. ഇന്ന് ഈ പോളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിൽ വലിയ പ്രയാസകരമായ കാര്യത്തിലേക്ക് പോയി. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ആരാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത്? സർക്കാരിൻ്റെ പ്രതിനിധിയായി ആരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വന്നത്? ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാതായപ്പോൾ ജനങ്ങൾ അതിവൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടാകും. അതിലൊരു തെറ്റും പുൽപ്പള്ളിയിലെ ജനങ്ങളെ പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് നേരെ അവർ ആക്രോശിച്ചിട്ടുണ്ട്, മോശം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ആ സമരത്തിന്റെ സ്വാഭാവികതയാണ്. കാരണം സാർ, അതൊക്കെ ഒരു സമരത്തിന്റെ സ്വാഭാവികതയാണ്. ഇപ്പൊ അതിജീവന പോരാട്ടത്തിൽ വൈകാരികമായി നിൽക്കുന്ന ഒരു ജനതയിലേക്ക് പേടി കൂടാതെ ഇറങ്ങിപ്പോകുന്നവനാണ് ജനപ്രതിനിധി. ഇപ്പൊ അവർ എന്ത് പള്ളുവാക്ക് പറഞ്ഞാലും അവരുടെ വികാരമാണെന്ന് മനസ്സിലാക്കി കേട്ടു നിൽക്കുന്നവരാണ് ജനപ്രതിനിധി അല്ലേ? അതിനുള്ള ധൈര്യം ഉണ്ടാവണം, അല്ലാതെ പേടിച്ചിരിക്കലല്ല വേണ്ടത്. അതേ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ സമരത്തെ എടുത്തതും അവർ പറഞ്ഞതിനെ ഉൾക്കൊണ്ടതും. അതിനുശേഷം അടക്ക് കഴിഞ്ഞ കുടുംബത്തെയും കണ്ട് ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചും പോന്നിട്ടുള്ളൂ. പക്ഷെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ആര് വന്നു എന്ന് ആഷ്മി അന്വേഷിച്ചു. സർക്കാർ പ്രതിനിധിയായി ആരാണ് ഇന്ന് പുൽപ്പള്ളിയിൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്? ഇപ്പോൾ അലക്സ് നേരത്തെ പറഞ്ഞു, നമ്മൾ മാനന്തവാടിയിൽ എടുത്ത അതേ തീരുമാനമാണ് പുൽപ്പള്ളിയിലും എടുത്തത്. അതെങ്ങനെയാണ് എടുക്കാൻ കാരണമുണ്ടെന്ന് അലക്സിന് അറിയൂ? ഇന്ന് ഈ ബോഡി നമ്മൾ പുൽപ്പള്ളി ടൗണിൽ വെക്കുന്നു, സമരം ആരംഭിക്കുന്നു. യാക്കോബായ സഭയുടെ പിതാവ് സമരത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അവിടെ ആ പിതാവ് പറയുന്നു, നമുക്ക് ഈ ബോഡി പാക്കത്തേക്ക് കൊണ്ടുപോകണം, അവിടെ കുടുംബം കാത്തിരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം നോക്കുന്നത്. ഒരാൾ ചർച്ച കോർഡിനേറ്റ് ചെയ്യണം. ചർച്ച കോർഡിനേറ്റ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്, ഒരു മനുഷ്യനില്ല. ആ സമയത്താണ് ടി സിദ്ദീഖും IC ബാലകൃഷ്ണനും ഞാനും ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാരെ അവിടെ നിന്ന് വിളിച്ച്, പള്ളിയിലെ അച്ഛന്മാരെയും വിളിച്ച്, മരിച്ചുപോയ പോൾ അവരുടെ കുടുംബത്തെയും വിളിച്ച് പുൽപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്ന് നമ്മളൊരു ധാരണ ഉണ്ടാക്കുന്നു. ഈ ധാരണ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ധാരണ പാക്കത്ത് പോയി പോളിൻ്റെ കുടുംബവുമായി സംസാരിച്ച് അവർക്ക് കൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഈ ധാരണയെ നിങ്ങൾ അംഗീകരിച്ചാൽ മതി. പക്ഷേ ഈ പൊരി വെയിലത്ത് കിടക്കുന്ന പോളിൻ്റെ മൃതശരീരത്തെ നമ്മൾ കൊണ്ടുപോകണം. കാരണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് ഫ്രീസറിനകത്താണ്. പക്ഷെ ഫ്രീസറിനകത്ത് വാഹനം ഓണാക്കാതെ ഫ്രീസർ വർക്ക് ചെയ്യുന്നില്ല, ബ്ലഡ് വരാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ്.
അത് കൊണ്ടുപോകണം, പാക്കത്ത് എത്തിക്കാം, പാക്കത്ത് പാരിഷ് ഹാളിൽ വെച്ച് മീറ്റിംഗ് കൂടാം, പോളിൻ്റെ കുടുംബത്തെ കൂടി വിളിക്കണം, അവർ കൺവിൻസ്ഡ് ആയാൽ മാത്രം ഇത് അംഗീകരിച്ചാൽ മതി എന്നാണ് ഞങ്ങളെടുത്ത തീരുമാനം. ഒരു തീരുമാനവും ഞങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം സമരം അതിവൈകാരികമായി ഈ ജനപ്രതികൾക്ക് നേരെ സമരം തിരിഞ്ഞു. അവിടെ ഒരു പ്രശ്നത്തിനും ഞങ്ങൾ നിന്നില്ല. അത് കഴിഞ്ഞ് പോലീസ് പോളിൻ്റെ മൃതദേഹം കൊണ്ടുപോയി. ADM വരണമെന്ന് അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടു. ഒരു ADM ആണ് ഇന്ന് പോയിട്ട് പ്രഖ്യാപിച്ചത്. കാശ്മീർ ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് എന്ത് ഇടപെടലുണ്ടായി എന്നാണ് പറയുന്നത്. ജില്ലാ കലക്ടർ പോലും ഇന്ന് പുൽപ്പള്ളിയിൽ വന്നില്ല. പിന്നെ നമ്മൾ ഇവരോടൊക്കെ ആവശ്യപ്പെടുന്നത് എന്താണ്? അവിടെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ജനപ്രതികൾ എന്ന രീതിയിൽ നമ്മൾ ഇടപെടും. അവിടെ പോകും ജനപ്രതികളുടെ രോഷം അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം കാണും, അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അവനാണ് നേതാവ്. ഞാൻ അലക്സിലേക്ക് എത്താം. ശ്രീ P. ഗഗാറിൻ, താങ്കൾ നേരത്തെ ശ്രീ P. ഗഗാറിൻ, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 10 ലക്ഷം നഷ്ടപരിഹാരം, 2 ലക്ഷം പോയ നഷ്ടപരിഹാരത്തിന്റെ കാര്യം. അധികം നാൾ മുമ്പൊന്നും അല്ല, ലോക്സഭയിൽ ഒരു ചോദ്യം ഉണ്ടായി. നമുക്ക് ലോക്സഭയിലും രാജ്യസഭയിലുമായി 10-32 എംപിമാരുണ്ട്. പക്ഷേ ചോദ്യം വന്നത് UP-യിലെ ഒരു എംപിയിൽ നിന്നാണ്, രാധാമോഹൻ അഗർവാൾ. ശ്രീ ഗഗാറിന് അപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടിയിൽ കേരളത്തിൽ 555 ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്കായി കേരളം കൊടുത്ത കോമ്പൻസേഷൻ 13.83 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 2.49 ലക്ഷം രൂപ ആവറേജ്. ബാക്കി അപേക്ഷകളൊക്കെ പേപ്പറിലെ മുട്ടാപ്പോക്കൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടൊന്നുമില്ല. പേപ്പറിലേ ഉള്ളൂ 10 ലക്ഷം. ഗഗാറിൻ, അല്ല, അത് നിങ്ങൾ വെറുതെ അങ്ങനെ പറയട്ട. വയനാട്ടിൽ എൻ്റെ അനുഭവത്തിൽ ഇതുപോലെ ചർച്ച ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഈ 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യമാണ്. വയനാട്ടിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എത്ര സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, ആരതൊക്കെ കൊടുക്കാണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഈ നഷ്ടപരിഹാരം കൊടുത്തുന്നത് കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ളതാണ്. ഇവിടെ നേരത്തെ ഈ കിഫയുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയക്കാരെല്ലാം ആളുകളെ കബളിപ്പിക്കാൻ നടത്തുന്ന നാടകമാണ് ഹർത്താൽ. ഏറ്റവും ശരിയായ നാടകം കളിക്കുന്നത് കിഫ മാത്രമാണ്. കിഫ, ഞാൻ ചോദിക്കട്ടെ, എത്ര കാലമായി ഈ പൊതുസേവനം ആരംഭിച്ചിട്ട്? ഇതുപോലൊരു സംഘടന നാട്ടിലെ ജനങ്ങൾക്കിടയിൽ കിഫ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നാട്ടിലെ ജനങ്ങൾക്കിടയിൽ എത്ര കാലമായി? അതിനു മുമ്പും ഈ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ ഈ കേരളത്തിലായാലും കേരളത്തെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതിൽ ഇടതുപക്ഷക്കാർ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന ചില നിയമമല്ലേ. ഇപ്പോൾ 620 കോടി രൂപയുടെ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ട് അത് കേന്ദ്രം നിഷ്കരണം തള്ളിയത് സംബന്ധിച്ച് ഈ കിഫയുടെ മുദ്രാവാക്യത്തിൽ എവിടെയും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ കിഫയുടെ രാഷ്ട്രീയം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സംസ്ഥാന സർക്കാർ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഒരു പാക്കേജ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിൽ അപേക്ഷ നൽകിയിട്ട് കോടി രൂപ ഏതെങ്കിലും സംസ്ഥാനത്ത് കേന്ദ്രം കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇപ്പൊ നമ്മുടെ കിഫ്ബി 5000 കോടി കൊടുക്കുന്നതല്ലേ നമ്മൾ വെപ്പ്. 620 കോടി കണ്ടെത്താനാണോ പ്രയാസം? കേരളത്തിലുള്ള രാഹുൽ ഗാന്ധി അടക്കം മിണ്ടാതിരുന്നിട്ട് അത് സംബന്ധിച്ച് ഒരു പ്രതിഷേധവും ഈ കൂട്ടർക്കില്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. അതിൽ നിന്ന് വളരെ കൃത്യമാണ് എന്താണ് രാഷ്ട്രീയം. ഈ കാണിക്കുന്ന പലതിന്റെയും രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥ ഇന്ന് ചെയ്യുന്നതെല്ലാം പൂർണ്ണമായും ജനങ്ങളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റുന്ന നിലയിലെത്തിയെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അതിന് ഉത്തരവാദിത്വം കേവലം ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് അത് മാത്രമാണോ? ഇന്നത്തെ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളത് വളരെ ശക്തമായി തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ വേദികളിലും ഗവൺമെൻറ് മുന്നിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള ശക്തമായ പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളതിൽ ഞങ്ങളിപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ IC ബാലകൃഷ്ണനൊക്കെ എത്ര കാലമായി MLA ആയിട്ട്? വയനാട് അടക്കി വാണത് UDF തന്നെയല്ലായിരുന്നു എല്ലാ കാലത്തും. എന്ത് പദ്ധതിയാണ് സിദ്ദിഖ് MLA ആയിട്ട്? സിദ്ദിഖിൻ്റെ മണ്ഡലത്തിൽ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായൊരു പദ്ധതി വൈത്തിരി നടപ്പിലാക്കിയല്ലോ. സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റല്ലേ? ജില്ലാ പഞ്ചായത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ, നിങ്ങൾ മുൻകൈയെടുക്ക്, ജില്ലയിൽ വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ഈ സംഘർഷം ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി മാതൃകാപരമായി ജനകീയമായി വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ചെയ്തതുപോലെ നമുക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ചെറുവിരൽ അനക്കാൻ സിദ്ദിഖോ IC ബാലകൃഷ്ണനോ സംഷാദ് മരക്കാരനോ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആളുകളെ മയപ്പെടുത്തി ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി രാഷ്ട്രീയമായി അടുത്ത തവണത്തെ വോട്ടുറപ്പിക്കാൻ വേണ്ടി ആളുകളെ മയപ്പെടുത്തി വർത്താനം പറയല്ലാതെ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മുമ്പും MP ഉണ്ടായത്
നമ്മുടെ കോൺഗ്രസിൻ്റെ എം പി തന്നെയല്ലേ? എന്ത് കാര്യമാണ് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വയനാടിനെ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ എന്ത് ഇടപെടലാണ് UDF-ന്റെ കോൺഗ്രസിൻ്റെ എം പിമാർ ഇവിടെ നടത്തിയത് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കണ്ടേ? വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കണ്ടേ? അല്ല, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഒന്നും ചെയ്യാതെ ഇപ്പോൾ സിദ്ദിഖ് കൽപ്പറ്റ മണ്ഡലത്തിലെ MLA അല്ലേ? അദ്ദേഹം ഇവിടെ MLA ആയതിനു ശേഷം എത്ര പേർ ഇവിടെ മരിച്ചു? മേപ്പാടിയിൽ അദ്ദേഹം MLA ആയതിനു ശേഷം മേപ്പാടിയിൽ മാത്രം 3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന് ചെയ്യാലോ ചില കാര്യങ്ങൾ, അങ്ങനെ ചെയ്യാനുള്ള ഒരു മുൻകൈ എടുക്കാലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു മോഡൽ കാണിച്ചു കൊടുത്തല്ലോ. ആ മോഡൽ ഇവിടെ നടപ്പിലാക്കാൻ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ചെയ്ത പ്രവർത്തനം ഒരു മോഡലാണ്, ജനകീയമാണ്. അല്ല സിദ്ദിഖിനെ കുറ്റപ്പെടുത്തും പി കെ ഗാർഗി സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്ന് പറയണ്ടേ? ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് വനം മന്ത്രി അങ്ങോട്ടേക്ക് ഈ പറയുന്ന കൊടിയ വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ വീട്ടിലേക്ക് ഒന്നും പോയില്ല? 2, താങ്കൾ 620 കോടി കേന്ദ്രത്തിലേക്ക് കൊടുത്ത കാര്യമില്ല. കേന്ദ്രം പണം തരില്ല. ഒരു സംസ്ഥാനത്തിന് കേന്ദ്രം അങ്ങനെ പണം കൊടുത്തിട്ടില്ല. നമ്മുടെ കിഫ്ബി ഇല്ലേ 5000 കോടി കൊടുക്കുന്നവരെ നമ്മുടെ വെപ്പ്, അതിൽ 620 കോടി കൊടുക്കാനാണ് പാട്. കേരളത്തിന് 620 കോടി കണ്ടെത്താനാണ് പാട്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ചെയ്യുന്നുണ്ടോ? ശാശ്വത പരിഹാരത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അസംബ്ലിയിൽ എന്തിനാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും MLA-മാർ ഒറ്റക്കെട്ടായി ഒരു നിയമ ഭേദഗതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് ഒരു പ്രമേയം പാസാക്കിയത്? ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമായി കേന്ദ്ര നിയമമാണ്. കേന്ദ്ര നിയമം മാത്രമല്ല, കേന്ദ്ര നിയമം ഒരു പ്രധാന ഘടകമാണെന്നേ ഉള്ളൂ. അത് തിരുത്തണം എന്നൊരു തർക്കവും ഇല്ല. പക്ഷെ സംസ്ഥാനം ചെയ്യാനുള്ളത് ചെയ്തിട്ട് വേണം കേന്ദ്രത്തിലേക്ക് പോകാൻ. അത് ചെയ്തിട്ടുണ്ടോ? നമുക്ക് വന്യജീവികളെ, മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അവകാശം കിട്ടാനടക്കം ഈ പ്രമേയത്തിൽ പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് പൂർണ്ണ അവകാശം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഇവർ ചർച്ച ചെയ്ത പോലെ പൂർണ്ണ അവകാശം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിയമസഭ പാസാക്കി, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിയമസഭ പാസാക്കിയ എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിയമസഭ പിന്നെ അങ്ങനെ ഒരു കാര്യം പാസാക്കിയത്? കളക്ടർക്ക് പരമാധികാരമുണ്ട്. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത കളക്ടർക്ക് പരമാധികാരമുണ്ട് വെടിവെച്ച് കൊല്ലാൻ പറയാൻ. CCF പോട്ടെ, CCF എന്താണ് വെടിവെച്ച് കൊല്ലാൻ പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ആലോചന കഴിയുമ്പോഴേക്കും ജീവിതത്തിന്റെ പാട്ടിന് പോകും. കളക്ടർക്ക് ഓൺ ദ സ്പോട്ടിൽ പറയാം. ഞാൻ അത് സംബന്ധിച്ച് ചെയ്യാവുന്നതാണ്. വ്യക്തതക്ക് വേണ്ടി അത് പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നിയമസഭ പാസാക്കിയ ഒരു പ്രമേയത്തിൽ അതിന്റെ ഉള്ളടക്കത്തിൽ വളരെ കൃത്യമായി ഈ കാര്യം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ഐക്യകണ്ഠേന പാസാക്കാൻ ആളുകളാണ് സിദ്ദിഖും. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ആ പ്രമേയത്തെ ഐക്യകണ്ഠേന ഇവർ ശ്രീ ഗഗാറിൻ, കേന്ദ്ര നിയമം ഏതോ കാലത്തുള്ളതാണ്. ഇപ്പൊ ഹണ്ടിങ്, ഇപ്പൊ നായാട്ട് നിരോധിക്കപ്പെട്ട മറ്റു രാജ്യങ്ങൾ സിംഗപ്പൂർ അല്ലാതെ വേറെ ഏത് രാജ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രത്തോളം രാജ്യത്തൊന്നാകെ കാട്ടുമൃഗങ്ങൾ പെരുകുമ്പോൾ ഇപ്പോഴും ഇവിടെ നായാട്ടിന് നിരോധനമാണ്. നിയമം പരിഷ്കരിക്കാൻ ഒരു തർക്കവുമില്ല. പക്ഷെ കേരളം ചെയ്യാനുള്ളത് ഇപ്പോൾ കളക്ടറുടെ പക്കലുള്ള പരിമിത അധികാരമാണെങ്കിൽ അതുപോലും പ്രയോഗിക്കാതെ കേന്ദ്രത്തിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? അലക്സ് ഒഴികയിൽ ഈ കളക്ടറുടെ അധികാരപരിധിയെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി പറയൂ. അങ്ങനെ വെടിവെച്ച് കൊല്ല് എന്ന് ഉത്തരവിടാനുള്ള അധികാരം കളക്ടർക്കുണ്ടെന്നാണോ പറയുന്നത്? 100% CRPC പ്രകാരം കളക്ടർക്കുള്ളത് എമർജൻസി പവറാണ്. ഇപ്പോൾ കളക്ടർ 144 പ്രഖ്യാപിച്ചു. പുൽപ്പള്ളിയിൽ ഇന്ന് കളക്ടർ 144 പ്രഖ്യാപിച്ചല്ലോ. അത് കോടതി പോയി സ്റ്റേ ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? അതുപോലെ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ കളക്ടർക്കുള്ള അധികാരമാണ് CRPC പ്രകാരം 130 മുതൽ 144 വരെയുള്ളത്. അത് ചോദ്യം ചെയ്യാൻ ഒരു കോടതിക്ക് സാധ്യമല്ല. അത് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. മാരപാണ്ഡ്യൻ എന്ന് പറയുന്ന സബ് കളക്ടർ മാനന്തവാടിയിൽ 1987 ആനയിറങ്ങി ആളെ കൊന്നപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. മൈസൂർ ജില്ലയിൽ 6 മാസം മുമ്പ് മൈസൂർ കളക്ടർ മൂന്ന് ആളുകളെ കൊന്ന പുലിയെ വെടിവെച്ച് കൊല്ലാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ന്യൂസ് ക്ലിപ്പിംഗ് ഞാൻ ഗഗാറിന് അയച്ചു തരാം. ഗഗാറിന് അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കണം. ഗഗാറിന് പഠിക്കുന്ന ആളാണെന്നാ പറഞ്ഞത്. എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഇഷ്ടംപോലെ വാർത്തകൾ കിട്ടും. മുതുമലൈ ടൈഗർ റിസർവിൽ തമിഴ്നാട് കടുവയെ വെടിവെച്ചിട്ടുണ്ട്. പിന്നെന്താ സംശയം? പിന്നെന്താ പ്രശ്നം? എന്ത് കേന്ദ്രം? ഒരനുമതിയും വേണ്ട. കളക്ടറുടെ പരമാധികാരമാണ്. പറയാം കളക്ടറുടെ
എന്ത് പറയുന്നു? എന്ത് മയക്കുവെടി പറയുന്നു? വെച്ച് ആള് കളക്ടർക്ക് ആള് ഉത്തരവിടാൻ മയക്കുവെടി വെച്ച് ആന ചത്തപ്പോൾ പ്ലീസ് കോടതി കേസെടുത്തില്ലേ? മയക്കുവെടിയല്ല അത്. അല്ല അല്ലല്ല മയക്കുവെടി ഏത് കോടതി? അത് വെച്ചിട്ട് ആന വൈൽഡ് പ്രൊട്ടക്ഷൻ ചത്തപ്പോൾ ആക്ടിന്റെ വകുപ്പിൽ പ്രകാരം ആന ഏത് കോടതിയാ ചത്തപ്പോൾ കേസെടുത്തത്? ഉടൻ ഏത് കോടതി കോടതിയാ? കേസെടുത്തില്ലേ? ഏത് കോടതിയാ കേസെടുത്തത്? ഏത് കോടതിയാ? ഏത് കോടതിയാ കേസെടുത്തത്? ഒന്ന് കേസിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. ഏത് കേസ്? ഹൈക്കോടതി ഒരു കേസ് കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ ഏത് കേസ്? അഖില കേസിന്റെ നമ്പർ ഒന്ന് പറ. ആ നമ്പർ പറ. ആന ചത്തതിനെതിരായി ഒരാൾ പരാതി കൊടുത്തപ്പോ ഹൈക്കോടതിയിൽ അതിന് കേസ് നടക്കുന്നുണ്ട് ഇപ്പോ. ആ പരാതി കൊടുത്താൽ കേസ് വരും. അതിന് വിശദീകരണം കൊടുത്താൽ മതി. അതിന് ഹൈക്കോടതിയിൽ ആര് കേസ് കൊടുത്താലും വിശദീകരണം ചോദിക്കും. അതിന് വിശദീകരണം കൊടുത്താൽ മതി. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. CRPC പ്രകാരം കളക്ടർക്ക് തീരുമാനത്തിൽ കോടതി പോകാൻ സാധ്യമല്ല. അത് എമർജൻസി പവർ. അത് നിങ്ങൾ മനസ്സിലാക്ക്. വെറുതെ പൊട്ടം കളിക്കല്ലേ. പ്ലീസ് വായിച്ചു നോക്കൂ. ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറ്റു ജില്ലയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കളക്ടർമാരും ഉത്തരവിന്റെ കോപ്പി അയച്ചു തരാം. നിങ്ങൾ തൊട്ടടുത്ത ചെയ്തു. അല്ല ഞാൻ പിന്നെന്താ ചെയ്താല് എന്താ ഇപ്പൊ CRPC മാറിയോ? അടുത്ത കാലത്ത് ഇല്ലല്ലോ. വെറുതെ നിങ്ങൾ ജനങ്ങളെ വിധികളാക്കല്ലേ. പ്ലീസ് മൈസൂർ പോയി നോക്കൂ. നമ്മുടെ തൊട്ടടുത്ത ചേരമ്പാടിയില് എന്താ ഇതുപോലൊരു സംഭവം ഉണ്ടായി. വെടിവെച്ചില്ലല്ലോ, വെടിവെക്കാൻ ഉത്തരവിട്ടില്ലല്ലോ. അതെ, നമ്മുടെ തൊട്ടടുത്ത് ചേരമ്പാടിയിൽ ഇതുപോലെ കൊന്നത്. അതാണ് പറഞ്ഞത്. ഉത്തരവിടാൻ കഴിയുന്ന പറയുന്നത്. നിങ്ങളെ പോലുള്ളവർ ഭരിക്കുമ്പോൾ നടക്കൂല. അതാ പ്രശ്നം. എന്ത് ഉത്തരവിട്ടില്ല? മൈസൂർ ഇട്ടിട്ടുണ്ടല്ലോ 6 മാസം മുമ്പ്. ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ഒരു കാര്യം തനിക്കൊന്നും ആയിട്ടില്ല എന്ന് ഞാൻ പരസ്യമായിട്ട് പറയാണ്. അതിനുള്ള നിങ്ങളെല്ലാം തെളിഞ്ഞ വളരെ കൃത്യമായി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പേപ്പർ അയച്ചു തരാന്ന്. അല്ലല്ല, ഞങ്ങൾ പേപ്പറൊക്കെ വായിക്കുന്നവർ തന്നെയാണ്. നിങ്ങൾ അത് നോക്ക്. അല്ല പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിർത്ത്. നിങ്ങൾ മാത്രമല്ല നിലപാടൊക്കെ മാറ്റണം കേട്ടോ. അതല്ല, അത് നിങ്ങൾ പറയേണ്ട പോലെ പറയണം. നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന് ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാവും. അതേ പറയുന്നുള്ളൂ. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ. മര്യാദയ്ക്ക് ജനം കാണുന്നുണ്ട്. ഓക്കെ, ജനം കണ്ടോട്ടെ, ജനം തീരുമാനിച്ചോട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യമാണ് CRPC പ്രകാരം അനുവാദമുണ്ട്. അതാ പറഞ്ഞത്. അതില്ലെന്ന് ഇവരെങ്ങനെയാ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, വെടിവെച്ച കേസുകൾ തരാം, ഉത്തരവ് തരാം, ന്യൂസ് റിപ്പോർട്ട് തരാം. അതില്ലെന്ന് പറഞ്ഞ് അവർ ന്യായീകരിക്കുകയാണ്. അതെങ്ങനെ ശരിയാവുന്നത്? അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയും. ഞാനൊന്ന് ഞാൻ പറയുന്നത് അവിടുത്തെ കാലാകാലങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരെ അങ്ങനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് എല്ലാത്തിനും പരിഹാരം വേറെ സംവിധാനമാണ്. അതൊന്നും വെക്കണ്ട. അതൊന്നും ശരിയൊന്നുമല്ല. അവരുടെ എഫർട്ടൊക്കെ ഉണ്ട്. ശരി ശരി ശരി. എനിക്ക് ഞാനൊന്ന് മറുപടി അദ്ദേഹത്തോട് കൊന്ന കടുവയെ വെടിവെക്കാൻ കേരളത്തിൽ ഉത്തരവിട്ടു. ആ ഉത്തരവ് അനുമതി വാങ്ങിയിട്ട് ഉത്തരവിട്ട് പറ്റുന്ന പറയുന്നേ. ഞാൻ പറയട്ടെ. സംഷാദ് മറിക്കാറും ഇതേ നിലപാട് തന്നെ പറയുന്നത്. സംഷാദ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ഞാൻ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് സംഷാദുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുത്താണ്. എന്റെ പൊന്ന് സംഷാദ്, ഇത്രയും കാലമായിട്ടൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലേ? നാട്ടുകാർ പറയുന്നത് പോലെയാണ് നിങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നത്. ഇതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ. കോൺഗ്രസ് പാർട്ടിയിൽ സംഷാദ് പ്ലീസ്. AG അല്ലല്ലോ തീരുമാനിക്കുന്നത്. കളക്ടറുടെ കാര്യത്തിൽ AGയുടെ ഉത്തരവ്. കളക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആരാ? ചീഫ് ഇലക്ടർ ആരാ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അഡ്വക്കേറ്റ് അല്ലേ T സിദ്ദിഖ്? മാത്യു കുഴൽനാടനല്ലേ? കോൺഗ്രസ് പാർട്ടി എന്താ വക്കീൽമാരില്ലാത്ത സ്ഥലമാണോ? വക്കീൽമാരില്ലാത്ത പാർട്ടിയാണോ? ഈ CRPC എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണോ കോൺഗ്രസ്സുകാർ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളോട് എന്താ പറയാ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഉത്തരവ് അയച്ചു തരാം. കർണാടകയിലെ ഉത്തരവ്, അതിന്റെ നോട്ടീസ്, അതിന്റെ പത്രക്കോപ്പി അയച്ചു തരാം. ഇത്രയും കൃത്യമായിട്ട് ആളുകൾ ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ 6 മാസം മുമ്പ്. അത് നിങ്ങൾക്ക് അറിയില്ലേ? ഇത്രയും കൃത്യമായിട്ട് നിയമത്തിന്റെ പ്രൊവിഷൻ പറയുമ്പോൾ അവർ പറഞ്ഞ മുട്ടാപ്പോക്ക് തിരിച്ചു വരലാണോ നിങ്ങളെ പോലുള്ള ജനപ്രതിനിധികളുടെ പണി? കൃത്യമായിട്ട് പറയണ്ടേ ഇങ്ങനെ പ്രൊവിഷൻ ഉണ്ട്. ഇത് ഉദ്യോഗസ്ഥ താൻ പ്രമാണിതമാണ്. ഉദ്യോഗസ്ഥല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിലപാടുണ്ടാവും. സംഷാദ് കേരളം പറയും കേന്ദ്രമാണ്, കേന്ദ്രം പറയും കേരളമാണ്. ഇവിടെ എന്താണ്, നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി പ്രമേയങ്ങൾ പാസ്സാക്കും, കത്തുകൾ അങ്ങോട്ടേക്ക് എഴുതും, ഒന്നും നടക്കില്ല. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്താണ് വയനാട് ജില്ലാ പ്രസിഡന്റ് പറയാനുള്ളത്? സംഷാദ്, ഒന്ന് രണ്ട്
മറുപടി എന്ന് പറയണം. ശ്രീ ഗഗാറിൻ പറഞ്ഞു സിദ്ദീഖ് MLA-യുമായി ബന്ധപ്പെട്ട് ഫെൻസിങ്ങിൻ്റെയും മറ്റ് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിലും എന്ത് ചെയ്തു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മേപ്പാടിയിലും ശ്രീ ഗഗാറിൻ്റെ പഞ്ചായത്തായ വൈത്തിരിയിലും എത്ര ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളത് ഗഗാറിനൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഒന്ന്. 2 കോടി രൂപയോളം ബഡ്ജറ്റ് പ്രൊവിഷൻ്റെ ഭാഗമായിക്കൊണ്ട് ഫെൻസിങ് നടത്തുന്നത് വൈത്തിരിയിലാണ്. അത് ശ്രീ ഗഗാറിൻ്റെ പഞ്ചായത്താണ്. അവിടുത്തെ MLA ശ്രീ ടി സിദ്ദീഖാണ് എന്നുള്ളതാണ്. വൈത്തിരി പഞ്ചായത്ത് മാതൃകാപരമായി നടത്തിയ 10 ലക്ഷം രൂപയുടെ സോളാർ ഫെൻസിങ് ഏറ്റവും മികച്ച പദ്ധതി തന്നെയാണ്. അത് ഇല്ല എന്ന് പറയുന്നില്ല. വയനാട് ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നബാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പദ്ധതിയും അത് മുഖ്യമന്ത്രിയുടെ ചർച്ചയിലടക്കം നമ്മൾ പറഞ്ഞതും ശ്രീ ഗഗാറിൻ ഓർമ്മിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 150 കോടി രൂപയുടെ പ്രൊജക്ട് അതവിടെ നിൽക്കട്ടെ. അലക്സ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ അലക്സിൻ്റെ ഈ വാദം മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഉന്നയിച്ചു എന്നാണ് പറഞ്ഞത്. ആ ഉന്നയിച്ച സമയത്താണ് AG-യുമായി ബന്ധപ്പെട്ടും ലോ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധങ്ങളാൽ അഭിപ്രായം ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് കണക്കെ മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി കലക്ടർമാർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞൊരു വാർത്ത വരികയും ചെയ്തു. പക്ഷെ അതിലൊരു ക്ലാരിറ്റി എന്ന് പറയുന്നത് കലക്ടർക്ക് കൊടുക്കേണ്ടത് സർക്കാർ സംവിധാനമാണ്, അത് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ അലക്സ് ഞാൻ പറഞ്ഞത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയൊരു കാര്യം. 2 ഈ സമരവുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാൻ തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യത്തിൽ ഇതുവരെ CPM-ന്റെ പ്രതിനിധി ഒരു മറുപടിയും പറഞ്ഞില്ല. ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇരകളായ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഒരാളെപ്പോലും പറഞ്ഞയക്കാൻ കഴിയാത്ത സർക്കാർ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലജ്ജയുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സമരവേദിയിൽ പോകുന്നു, ആളുകളെ കയ്യിലെടുക്കുന്നു, MLA-മാർ വരുന്നു. ഇന്ന് അത്ര വലിയ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായിട്ടും ആ നിന്ന സ്ഥലത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവരുടെ ശവമടക്ക് കഴിഞ്ഞ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിച്ച് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ്. അല്ലാതെ CK ശശീന്ദ്രനെ പോലെ കോഴിക്കോട് ഉണ്ടായിട്ട് മോർച്ചറിയിൽ വന്ന് നോക്കി ആ ബോഡി ഒന്ന് കാണാൻ നിൽക്കാതെ വയനാടിന്റെ കാലാവസ്ഥ മാറിയിട്ട് സമാധാനം തിരിച്ചു വന്നതിന് നമ്മുടെ സമയം തീരെയാണ്. ഗഗാറിൻ ചുരുങ്ങിയ വാക്കുകൾ മറുപടി ഉണ്ടോ? എന്തുകൊണ്ടാണ് സർക്കാർ പ്രതിനിധികൾ ഞങ്ങളെ സംബന്ധിച്ച് സർക്കാരിന്റെ പ്രതിനിധി ഇല്ലാതെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. സർക്കാർ പ്രതിനിധി അവിടെ പോയിട്ടല്ലേ എഗ്രിമെന്റ് ഉണ്ടാക്കി. ആര് എന്നത് ഇവര് വാശി പിടിക്കുന്ന ആളെ മാത്രം വന്നാലേ സർക്കാർ പ്രതിനിധി സർക്കാർ പ്രതിനിധി ഉണ്ടായിരുന്നു. കലക്ടർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ADM അവിടെ പോയി കഴിഞ്ഞ 4 ആഴ്ചയിൽ നടന്ന സ്ഥലത്ത് ADM-നെ കലക്ടർ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ചയ്ക്ക് പോയത്. അവർ സർക്കാർ പ്രതിനിധിയാണ്. അവർ കളക്ടർക്ക് ഇത്ര മലമറിക്കുന്ന പണി അവിടെ എന്താണ് വേറെ? കളക്ടർക്ക് ഇത്ര മലമറിക്കുന്ന പണി വേറെ എന്താണ് അവിടെ? ശരി, മന്ത്രിക്ക് NCP-യുടെ ഔദ്യോഗിക പക്ഷം ഏതെന്ന് തിരക്കണം. കളക്ടറുടെ പണി എന്താണ്? കലക്ടറോട് ചോദിക്കാം. കലക്ടറുടെ എല്ലാ കാര്യത്തിലും എനിക്കിപ്പോ മറുപടി പറയാൻ കഴിയില്ല. അത് പറഞ്ഞു. പക്ഷേ സർക്കാർ പ്രതിനിധി ADM ഉള്ളത് കൊണ്ടാണ് മാനന്തവാടി പങ്കെടുത്ത് നടത്തിയതുപോലെ തന്നെയുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. ആ എഗ്രിമെന്റിൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ എഗ്രിമെന്റിൽ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ കുടുംബത്തോട് പറയാനുള്ളത്, ഈ കുടുംബങ്ങളോട് പറയാനുള്ളത്, സർക്കാർ പ്രതിനിധികൾ പോയി ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ, പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തൊഴിലുൾപ്പെടെ കൊടുക്കുന്ന കാര്യം ശരി. ADM-നപ്പുറം കളക്ടർക്കപ്പുറം മന്ത്രി അവിടെ പോവുക, അവരുടെ വേദനകൾ കേൾക്കുക എന്ന് പറയുന്നത് സാമാന്യ മര്യാദ. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ്. വരും ദിവസങ്ങളിൽ മന്ത്രി അങ്ങോട്ടേക്ക് പോകും. എന്തായാലും വയനാടിന്റെ ആ സമരത്തിന് 100% കട്ടയ്ക്ക് പിന്തുണ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും